നെക്സ്റ്റ് ഹെഡിങ് കൊടുത്തില്ലേ? എന്താ ഹെഡിങ് കൊടുത്തേ? ബേസിസ് ഓഫ് ഇൻവെന്ററി വാല്യൂഷൻ അല്ലേ? സോ ബേസിസ് ഓഫ് ഇൻവെന്ററി വാല്യൂഷൻ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ഇത് ഒന്ന് നോക്കാം നമുക്ക്. ഇത് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്, അവിടെ ഒന്നും എഴുതണ്ട. ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് ഡിസ്കസ്ഡ് അല്ലേ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡില് ഫസ്റ്റ് പറഞ്ഞ എന്താ? സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് അല്ലെ? ഇത് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ? സ്പെസിഫിക്കലി നമുക്ക് ഏത് സാധനമാണ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ ഇത് ക്വസ്റ്റ്യൻ എടുക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇല്ലസ്ട്രേഷൻ 1 ആൻഡ് വൺ മോർ പോയിന്റ്. ആ ഇൻവെന്ററി വാല്യൂഷന്റെ അടുത്ത് നിങ്ങൾ എഴുതിയല്ലോ? നിങ്ങൾ ഒന്നും എഴുതില്ല, ഹെഡിങ് കൊടുത്തില്ലേ? അതിലേതാ? ഇൻവെന്ററി ഷുഡ് ബി വാല്യൂഡ് അറ്റ് ഏതാ? ഇൻവെന്ററി ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ. Cost or net realizable value, whichever is lower. Cost or net realizable value, whichever is lower. എഴുതിയോ? ഓക്കെ ആണ്. സോ ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതിനു മുമ്പേ first one. Illustration 1. Sureka Limited deals in 3 products PQR which are neither similar nor interchangeable. At the end of a financial year, historical cost and NAV is given. Determine value of closing stock. Okay now. P എന്ന product ഏതാ കുറവ്? P എന്ന product ഏതാ കുറവ്? കോസ്റ്റ്. ഇതോ NRV അല്ലെ? സോ അങ്ങനെ നോക്കുമ്പോ ഏറ്റവും ലോവസ്റ്റ് മാത്രമുള്ള ടോട്ടൽ എത്ര വരും? ലോവസ്റ്റ് മാത്രമുള്ള ടോട്ടൽ എത്ര വരും? 81. സോ ലോവസ്റ്റ് മാത്രമുള്ള ടോട്ടൽ എത്ര വരും? 81. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓരോ ഐറ്റം ബൈ ഐറ്റം എന്ത് ചെയ്തു? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ whichever is lower എടുത്ത് ചെയ്തു. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് FIFO മെത്തേഡ്. FIFO മെത്തേഡ് എന്തായിരുന്നു പറഞ്ഞേ? ഫസ്റ്റ് വന്നത് ഫസ്റ്റ് പോയി അല്ലേ? ഫസ്റ്റ് വന്നത് ഫസ്റ്റ് പോയി. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 2. ഇല്ലസ്ട്രേഷൻ 2. ഒരു മിനിറ്റ്, അത് എഴുതേണ്ടി വരും അല്ലേ? വെയിറ്റ് ഇത് തീർത്തിട്ട് പോവാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ. നെക്സ്റ്റ് അവിടെ ബേസിസ് ഓഫ് ഇൻവെന്ററി വാല്യൂഷൻ. ഫസ്റ്റ് പോയിന്റ് എന്താ എഴുതി? ഇൻവെന്ററി ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ whichever is lower. ആ കാര്യം അറിയാം. ഓക്കെ, സി നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു എ എന്ന പ്രൊഡക്റ്റ് ബാക്കിയുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 10 രൂപക്കാണ് പർച്ചേസ് ചെയ്തത്. ഓക്കെ ആണോ? പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസിംഗ് കോസ്റ്റ് ഇസ് 10 rupees. ഓക്കെ, ഇതിപ്പോ നമ്മൾ യൂഷ്വലി വിൽക്കുന്നത് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലേ? ഒരു സാധനം വിൽക്കുന്നത് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാ. അപ്പൊ 10 രൂപയുടെ സാധനം 12 രൂപക്കോ 13 രൂപക്കൊക്കെ ആയിരിക്കും വിൽക്കാം. പക്ഷെ ഈ സാധനത്തിന് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വിറ്റ് കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള വാല്യൂ എന്താണ്? മാർക്കറ്റ് വാല്യൂ ഈസ് ഒരു 8 rupees ആണെന്ന് വിചാരിച്ചോ. എന്താണ്? മാർക്കറ്റ് വാല്യൂ ഇസ് 8 rupees. ക്ലിയർ അല്ലോ? മാർക്കറ്റ് വാല്യൂസ് 8 rupees. അങ്ങനെയാണെങ്കിൽ 10 രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ അസറ്റ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയാണ്. സ്റ്റോക്ക് 10 രൂപയുടെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ആകെ മാർക്കറ്റിൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ 8 രൂപ മാത്രമല്ലേ കിട്ടുള്ളൂ. മനസ്സിലായി? 10 രൂപയുടെ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ 8 രൂപ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് എപ്പോഴായാലും നമ്മൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ 2 രൂപയുടെ നഷ്ടം വരുമല്ലോ. മനസ്സിലായോ? കുറെ കഴിഞ്ഞിട്ട് നമ്മൾ വിറ്റാല് എപ്പോഴാണ് ഇത് വിൽക്കുന്നത് ആ സമയത്ത് നമുക്ക് 8 രൂപ മാത്രമേ കിട്ടുള്ളൂ. 2 രൂപയുടെ നഷ്ടം ഷുവറാണ്. ഓക്കെ, കൺസർവേറ്റിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഷുഡ് ബി അക്കൗണ്ട്. മുമ്പേ എന്ത് ചെയ്യണം? അതായത് മുമ്പേ റിയലൈസ് ചെയ്യണം അല്ലെ? അതായത്
എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസ് വരുന്ന സമയത്ത് നമ്മൾ മുമ്പേ എന്ത് ചെയ്യണം, അത് അക്കൗണ്ട് ചെയ്യണം. ഇൻ കേസ് നമുക്ക് ഭാവിയിൽ വരാവുന്ന പ്രോഫിറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. ഓക്കെ ആണോ? സോ എക്സ്പെൻസസോ ലോസോ ഉണ്ടെങ്കിൽ മുമ്പേ അത് എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. ക്ലിയർ? അപ്പൊ ഈ കേസിൽ 10 രൂപയുടെ സ്റ്റോക്കാണ്, 2 രൂപ നഷ്ടം വരുന്ന ഉറപ്പാണ് അല്ലെ? അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ കേസ് ഇവിടെ സെയിൽ വരക്കുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് വരക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഞാൻ 10 ഇട്ടു, ക്ലോസിംഗ് സ്റ്റോക്ക് 10 ഇട്ടു. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഒരു എമൗണ്ട് ഉണ്ടാവും. യെസ് അല്ലെ? പ്രോഫിറ്റ് ഒരു എമൗണ്ട് ഉണ്ടാവും. ബട്ട് ഞാൻ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യാണ്, മാറ്റിയിട്ട് 8 റുപ്പീസ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് 2 രൂപ കുറഞ്ഞു കാണുമല്ലോ. കാര്യം മനസ്സിലായോ? യെസ്. എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക്? ക്ലോസിംഗ് സ്റ്റോക്ക് 10 റുപ്പീസ് ഇട്ടു. 10 റുപ്പീസ് ഇട്ടാൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഒരു 50 റുപ്പീസ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ. ഇൻ കേസ് നിങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്ക് 8 റുപ്പീസ് ആക്കി എന്ന് വിചാരിക്കും. 8 ആക്കിയാൽ ഇവിടെ പ്രോഫിറ്റ് 2 രൂപ കുറഞ്ഞ 48 കാണുള്ളൂ അല്ലെ? ദാറ്റ് മീൻസ് ഇവിടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, ഈ ലോസ് വരുന്നത് മുമ്പേ ആന്റിസിപ്പേറ്റ് ചെയ്തു. 2 രൂപയുടെ ലോസ് വരുന്നുള്ളത് മുമ്പേ ആന്റിസിപ്പേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ വാല്യൂ എത്രയിലേ കാണിച്ചുള്ളൂ, 8 റുപ്പീസിലല്ലേ കാണിച്ചുള്ളൂ. സോ എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസ് ഷുഡ് ബി റെക്കഗ്നൈസ് ഫസ്റ്റ് തന്നെ ചെയ്യണം, റെക്കഗ്നൈസ് മുമ്പേ. നെക്സ്റ്റ് അസറ്റും ലയബിലിറ്റീസിന്റെ കേസ് എടുക്കാം. അസറ്റ് കൂട്ടി കാണിക്കാൻ പാടില്ല, ലയബിലിറ്റീസ് കുറച്ച് കാണിക്കാൻ പാടില്ല. ഓക്കെ. അസറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടിയിട്ട് കാണിക്കാൻ പാടില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് 8 രൂപ മാത്രം വിലയുള്ള സാധനത്തിന് നമുക്ക് ഇപ്പൊ 10 എന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ ശരിയാവോ? ഇല്ല. 8 രൂപയുടെ സാധനത്തിന് 10 എന്ന് കാണിച്ചാൽ കൂട്ടി കാണിക്കുന്ന പോലെ ആയില്ലേ? അപ്പൊ എന്താണ്, അസറ്റ് ഷുഡ് നോട്ട് ബി ഓവർ വാല്യൂഡ് എന്ന് പറയാം. അതുകൊണ്ട് അസറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര എന്ന് പറഞ്ഞിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണ്ടേ, 8. ക്ലിയർ? സോ ഇതാണ് കാര്യം. ഓക്കെ. അപ്പൊ ഈ 8 റുപ്പീസ് എന്ന് പറയുന്നത് മാർക്കറ്റിലുള്ള വാല്യൂ ആണ് വിചാരിക്കാം, ഇത് കോസ്റ്റ് ആണ്. സോ ഏതിൽ വാല്യൂ വേണം, വിച്ച് എവർ ഇസ് ലോവർ. ക്ലിയർ? പക്ഷെ മാർക്കറ്റ് വാല്യൂ ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ ബോത്ത് ആർ സെയിം ആണോ? ഡിഫറെന്റ് ആണ്. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് മാർക്കറ്റ് വാല്യൂയിൽ നിന്നും നമ്മളിപ്പോ ഫർദർ എന്തെങ്കിലും കോസ്റ്റ് വരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇന്ന് ശ്രദ്ധിക്കാം, ഇന്ന് നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു 5 രൂപക്ക്. എന്താണ്, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു 5 രൂപക്ക്. ഓക്കെ. ഒരു മിനിറ്റ്. ഫർദർ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 2 രൂപ വരാണ്. എന്താണ് ഫർദർ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 രൂപ വരാണ്. ഓക്കെ ആണോ? ഫർദർ ഇത് ശരിയാവുന്നു, ഇത് വിട്ടെ. നിങ്ങളിപ്പോ ഇങ്ങനെ നോക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ. മാർക്കറ്റ് വാല്യൂസ് ഒരു 7 അല്ല, നേരത്തെ പറഞ്ഞ കേസ് ഇത്ര 8 റുപ്പീസ് അല്ലെ? ഇനി ഇതിന് എന്തെങ്കിലും കോസ്റ്റ് വരണം. ഇതെന്താണ്, മാർക്കറ്റ് വാല്യൂ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ. ഓക്കെ. എന്തെങ്കിലും നമുക്ക് അഡീഷണൽ കോസ്റ്റ് വരാണ്. ഈ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോസ്റ്റ് വരൂലേ? മനസ്സിലായോ? ഈ സാധനം ഇപ്പൊ 10 രൂപയുടെ പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ വിൽക്കുന്നത് എത്രയാണ്, 8 രൂപക്ക്. പക്ഷെ ആ വിൽക്കേണ്ട കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെലവ്. മനസ്സിലായോ? ഇപ്പൊ ഉള്ള പൊസിഷനിൽ വിൽക്കേണ്ട കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ചെലവ് വരും. ആ ചെലവ് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് കുറക്കണം. 1 രൂപ നമുക്ക് ചെലവ് വരാണെങ്കിൽ 7 രൂപ മാത്രമേ നെറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, റിയലൈസ് ചെയ്യുള്ളൂ. മാർക്കറ്റ് വാല്യൂ എത്രയാ, 8 റുപ്പീസ്. അതായത് ഈ സാധനം ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും, ഒരു 5000 രൂപ കിട്ടും വിചാരിച്ചു. എന്താണ്, ഈ മൊബൈല് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും, 5000 രൂപ കിട്ടും. ഓക്കെ. അതാണ് മാർക്കറ്റ് വാല്യൂ. യെസ്. പക്ഷെ ഈ മൊബൈൽ വിൽക്കേണ്ട കണ്ടീഷനിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്കൊരു 300 രൂപയുടെ ചെലവുണ്ട്. മനസ്സിലായോ? മൊബൈല് വിൽക്കേണ്ട കണ്ടീഷനിൽ എത്തിക്കണമെങ്കിൽ ഒരു 300 രൂപ കൂടി റിപ്പയർ ചെയ്താൽ മാത്രമേ വിൽക്കേണ്ട കണ്ടീഷനിൽ എത്തും. ഓക്കെ. അപ്പൊ 5000 റുപ്പീസ് വിൽക്കാൻ പറ്റുന്ന സാധനമാണ്. മാർക്കറ്റ് വാല്യൂ ഇസ് 5000, ബട്ട് ഐ ഹാവ് ടു ഇൻകർ എൻ എക്സ്പെൻസ് ഓഫ് 300 റുപ്പീസ് അല്ലെ? സോ നെറ്റ് ആയിട്ട് എനിക്ക് റിയലൈസ് ചെയ്യാൻ പോകുന്നത് 4700 അല്ലേ? 5000 രൂപ കിട്ടും, പക്ഷെ 300 രൂപ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. സോ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഇസ് 4700. ക്ലിയർ അല്ലേ? ഡിഫറൻസ് മനസ്സിലായോ? മാർക്കറ്റ് വാല്യൂ ആൻഡ് നെറ്റ് റിയലൈസബിൾ. സോ നെക്സ്റ്റ് ഇവിടെ ഒന്ന് എഴുതാം. ഇത് ഓരോന്നും ഇവിടെ പറയുന്നുണ്ട്. ഹെഡിങ് കൊടുക്കുക കോസ്റ്റ്, സൈഡ് ഹെഡിങ് കൊടുക്കുക കോസ്റ്റ്, സൈഡ് ഹെഡിങ് കോസ്റ്റ്. സോ കോസ്റ്റ് ഓർ NRV whichever is lower എന്ന് പറയുന്നത്, അതിൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കണം. കോസ്റ്റ് മീൻസ് അതായത് ഇൻവെന്ററീസിന്റെ കോസ്റ്റ് എത്ര,
കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ് ഷുഡ് കംപ്രൈസ് ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് പർച്ചേസ്. ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് പർച്ചേസ്. സോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ്? ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് പർച്ചേസ്. സെക്കൻഡ് വൺ കോസ്റ്റ് ഓഫ് കൺവേർഷൻ. കോസ്റ്റ് ഓഫ് കൺവേർഷൻ. കോസ്റ്റ് ഓഫ് കൺവേർഷൻ അതായത് റോ മെറ്റീരിയലിന് ഫിനിഷ്ഡിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ റോ മെറ്റീരിയലിന് വർക്കിംഗ് പ്രോഗ്രസിലേക്ക് എത്തിക്കാൻ വരുന്ന ചെലവ്. കോസ്റ്റ് ഓഫ് കൺവേർഷൻ. ആൻഡ് തേർഡ് വൺ അതർ കോസ്റ്റ്. അതർ കോസ്റ്റ്. അതർ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ബ്രിങ്ങിങ്. Other cost incurred in bringing. Other cost incurred in bringing inventories to their present location or condition. Other cost incurred in bringing inventories to their present location and condition. Okay ആണോ? Yes, clear ആയോ? മനസ്സിലായി? എന്തൊക്കെ? പർച്ചേസ് കോസ്റ്റ് വരും. പർച്ചേസ് കോസ്റ്റ് മാത്രമല്ല പ്രൊഡക്ഷൻ കോസ്റ്റ് വരും. ഇതിപ്പോ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു അല്ലെ? ആ പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ്, റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് ആക്കേണ്ട ആ ഒരു കോസ്റ്റ്. ഓക്കെ. പിന്നെ എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മളെ സാധനം നമ്മളെ ഫാക്ടറിയിലോട്ട് എത്തിക്കണമെങ്കിൽ വരുന്ന കോസ്റ്റ്. ഓക്കെ ആണോ? സോ അതർ കോസ്റ്റ് ഇൻ ബ്രിങ്ങിങ് ഇൻവെന്ററീസ് ടു ദർ പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ. ഓക്കെ. സോ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കോസ്റ്റ് ഓഫ് പർച്ചേസ് എഴുതാം. കോസ്റ്റ് ഓഫ് പർച്ചേസ്. കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്തൊക്കെ എടുക്കണം നോക്കാം. കോസ്റ്റ് ഓഫ് പർച്ചേസ് ഫസ്റ്റ് പോയിന്റ് ചെയ്താ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പർച്ചേസ് പ്രൈസ്. കൺസിസ്റ്റ് ഓഫ് പർച്ചേസ് പ്രൈസ് including non-refundable duties and taxes. Including non-refundable duties and taxes. Okay, no? Non-refundable duties and taxes. So അതായത് 1000 രൂപയുടെ സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്തു. നിങ്ങളോട് പറയുന്നു 20 രൂപ ടാക്സ് വരും. അപ്പൊ 1020 എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ. പർച്ചേസ് ആയി കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് എടുക്കണം. പ്രൈസ്, പർച്ചേസ് പ്രൈസ് പ്ലസ് ടാക്സ്. ക്ലിയർ? ഓക്കെ. ബട്ട് അത് എങ്ങനെയുള്ള ടാക്സ് ആവണം? നോൺ റീഫണ്ടബിൾ ടാക്സ് ആവണം. അതായത് നമ്മൾ ടാക്സ് അടച്ച പൈസ തിരിച്ചു കിട്ടാൻ പാടില്ല. ബട്ട് ഇൻ കേസ് ഓഫ് GST എന്താണ്? GST ഇസ് എ റീഫണ്ടബിൾ എന്ന് പറയാം. അതായത് നമുക്ക് പിന്നെ ക്രെഡിറ്റ് കിട്ടുന്നൊക്കെ പറയാറുണ്ട്. സോ അത് പിന്നെ എടുക്കാം. സോ GST ഇസ് എ റീഫണ്ടബിൾ. അപ്പൊ GST ആണ് 20 രൂപ വന്നതെങ്കിൽ ഈ 20 എന്തായിട്ട് എടുക്കാൻ പാടില്ല? പർച്ചേസ് കോസ്റ്റിലോട്ട് എടുക്കാൻ പാടില്ല. 1000 മാത്രമേ എന്താ പാടുള്ളൂ? എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? റീഫണ്ടബിൾ ആണെങ്കിൽ എടുക്കണ്ട. റീഫണ്ടബിൾ ആണെങ്കിൽ എടുക്കണ്ട. അപ്പൊ യൂഷ്വലി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് GST. ഓക്കെ. അപ്പൊ GST ആണെങ്കിൽ റീഫണ്ടബിൾ ടാക്സ് ആണ്. സോ അതുകൊണ്ട് എടുക്കണ്ട. ഓക്കെ ആണോ? നമുക്ക് ക്രെഡിറ്റ് കിട്ടും. ഓക്കെ. GSTയുടെ കാര്യം ജസ്റ്റ് പറഞ്ഞാല് നിങ്ങൾ 1000 റുപ്പീസിന് ഒരു സാധനം വാങ്ങി. ഓക്കെ. 18% ടാക്സ് വരാണ്. യെസ്. അപ്പൊ 180 രൂപ ടാക്സ് വരും. 1180. സോ 1180 ആണ് നിങ്ങൾ ആർക്ക് കൊടുക്കുക? നിങ്ങളിപ്പോ A എന്ന് പറയുന്ന സപ്ലയർ അടുത്ത് പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾ 1000 രൂപയാണോ കൊടുക്കുക? 1180 ആണോ കൊടുക്കുന്നത്? 1180 രൂപ കൊടുക്കും. ഇയാൾ എന്ത് ചെയ്യറിയോ? A എന്ന് പറയുന്ന ആള് ഗവൺമെന്റിന് കൊടുക്കും. ഗവൺമെന്റിന് 180 രൂപ കൊടുക്കും. മനസ്സിലായോ? 1150 രൂപ എന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് 150 രൂപ ഇയാൾ ഗവൺമെന്റിന് കൊടുക്കും. 1000 രൂപ ഇയാളെ. ഓക്കെ. ഇനി ഞാൻ ഈ സാധനം കിട്ടിയല്ലോ, 1000 രൂപയുടെ സാധനം ഞാൻ വിൽക്കുന്നത് 1500 രൂപക്കാണ് വിൽക്കുന്നത്. 1500 രൂപന് ഞാൻ സെയിൽ ചെയ്യുന്നത്. സോ ടാക്സും കൂടി അടക്കമല്ല ഞാൻ വിൽക്കുക. അപ്പൊ ടാക്സ് ഞാൻ 270 രൂപ കളക്ട് ചെയ്യും. സോ ടോട്ടൽ 1770 രൂപ ബില്ലിടും. ഓക്കെ ആണോ? 1500 പ്ലസ് 18%. ഇത് 18% ആണ്. സോ 18% എന്ന് പറയുമ്പോൾ 1770. അപ്പൊ ഈ പൈസക്ക് ഞാൻ ബില്ലിടും.
കസ്റ്റമർ എടുത്തുനിന്ന് എത്ര കളക്ട് ചെയ്യും? 1000 അല്ലെ? കസ്റ്റമർ എനിക്ക് എത്ര തരും? കസ്റ്റമർ ടു മീ 1770. ക്ലിയർ ആണോ? കസ്റ്റമർ എത്ര തരും? 1770. എത്രയുണ്ട്? 270 രൂപ ടാക്സ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? ടാക്സ് ആയിട്ട് 270 കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് കൊണ്ടുപോയിട്ട് എവിടെ ചെയ്യില്ല? ഡയറക്ട്ലി 270 രൂപ കൊണ്ടുപോയിട്ട് എവിടെ ഇല്ല? ഗവൺമെന്റ് കൊടുക്കൂല. ഞാൻ കൊടുക്കുമ്പോ ഈ കൊടുത്ത 150 രൂപ ഓൾറെഡി ഞാൻ ടാക്സ് പേ ചെയ്തിട്ടില്ലേ? ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? 150 രൂപ ക്രെഡിറ്ററിന് കൊടുത്തിട്ടുണ്ട്. ആ ടാക്സ് കുറച്ചിട്ട് ബാലൻസ് വരുന്ന 90 രൂപ മാത്രമേ നമ്മൾ എവിടെ കൊടുക്കുള്ളൂ? ഗവൺമെന്റിന് പേയ്മെന്റ് നടത്തും. ഓക്കെ ആണോ? ഇതാണ് ഔട്ട്പുട്ട് ടാക്സ്. ഇതിനെയാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയാം. ഇതിനെ ഇൻപുട്ട് ടാക്സ് എന്ന് പറയും. സോ ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് എന്നുള്ള രീതിയിൽ വരും. സോ ഫൈനലി നമ്മൾ കൊടുക്കേണ്ട പൈസ 90 രൂപ മാത്രം. ദാറ്റ് ഈസ് എത്രയാണോ പ്രോഫിറ്റ് വന്നത്, പ്രോഫിറ്റ് എത്ര വന്നു? 500. ആ പ്രോഫിറ്റിന്റെ മുകളിലുള്ള പെർസെന്റേജ് മാത്രമേ നമ്മൾ ടാക്സ് ആയിട്ട് അടക്കുന്നുള്ളൂ. ക്ലിയർ ആണോ? ദാറ്റ് മീൻസ് ഇപ്പൊ ഇതേ സാധനം ഞാൻ 1000 രൂപയ്ക്ക് തന്നെ വിൽക്കാണ്. ഓക്കെ ആണോ? ഈ 1000 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് 1000 രൂപയ്ക്ക് തന്നെ വിൽക്കാണ്. ടാക്സ് 150 വാങ്ങാണ്. സോ അങ്ങനെയാണെങ്കിൽ 180 ഞാൻ വാങ്ങി, 150 ഓൾറെഡി കൊടുത്തല്ലോ. യെസ്. അതുകൊണ്ട് ഇനി ഗവൺമെന്റ് എന്തെങ്കിലും കൊടുക്കണോ? വേണ്ട, 0. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ദാറ്റ് മീൻസ് ഇവിടെ ഈ 150 രൂപ നമ്മുടെ കോസ്റ്റ് ആയിട്ട് വരത്തില്ല. 150 രൂപ ഞാൻ സപ്ലയറിന് കൊടുത്തെങ്കിൽ പോലും പിന്നീട് എനിക്ക് എന്റെ ടാക്സ് പേ ചെയ്യേണ്ട സമയത്ത് എനിക്ക് എന്ത് കിട്ടി? ക്രെഡിറ്റ് കിട്ടി. ക്ലിയർ ആണോ? ആ 150 രൂപ കുറച്ചിട്ടല്ലേ ഞാൻ കൊടുക്കുന്നുള്ളൂ. യെസ്. സോ അതുകൊണ്ട് ഈ 150 രൂപ പർച്ചേസ് കോസ്റ്റിലേക്ക് എടുക്കേണ്ട. എത്ര മാത്രം എടുത്താൽ മതി? 1000 rupees മാത്രം എടുത്താൽ മതി. ക്ലിയർ ആണോ? എഴുതിക്കോ. Consists of purchase price, consists of purchase price including non-refundable duties and tax. Okay അല്ലേ? മനസ്സിലായോ? സോ റീഫണ്ടബിൾ ആണെങ്കിൽ എടുക്കണ്ട, റീഫണ്ടബിൾ ആണെങ്കിൽ എടുക്കണ്ട. നെക്സ്റ്റ് ഫ്രൈറ്റ് ഇൻവേർഡ്സ്. സെക്കൻഡ് വൺ എന്താ? ഫ്രൈറ്റ് ഇൻവേർഡ്സ്. Freight inwards and other expenses directly attributable to the acquisition. ആ സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ഫ്രൈറ്റ് ഇൻവേർഡ്സ് കോസ്റ്റ് വരില്ലേ? വരും. അതർ എക്സ്പെൻഡിച്ചർ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു ദ അക്വിസിഷൻ. ഞാൻ റെന്റ് കൊടുക്കുന്നു, വരുമോ? ഇല്ല. അതായത് ആ പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചെലവ് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു ദ അക്വിസിഷൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ടാക്സ് ആഡ് ചെയ്യണം. റീഫണ്ടബിൾ ടാക്സ് ആണെങ്കിൽ എടുക്കണ്ട, ഫ്രൈറ്റ് എടുക്കണം. വേറെ എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കണം. ഡയറക്റ്റ് എക്സ്പെൻസ് എടുക്കണം. നെക്സ്റ്റ് ട്രേഡ് ഡിസ്കൗണ്ട്. അടുത്ത പോയിന്റ് ആയിട്ട് താഴെ എഴുതാം. ട്രേഡ് ഡിസ്കൗണ്ട്, റിബേറ്റ്സ് ആൻഡ് ഡ്യൂട്ടി ഡ്രോബാക്സ് ആർ ഡിഡക്റ്റഡ്. Trade discount, rebate, duty drawback are deducted. ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചിട്ടല്ലേ നമ്മൾ പർച്ചേസ് ഫിഗർ ചെയ്തുള്ളൂ അല്ലെ? നിങ്ങൾ പർച്ചേസ് എൻട്രി അടിക്കുമ്പോൾ 500 രൂപയുടെ സാധനം 1% ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? 1% കുറക്കും അല്ലെ? 5 rupees കുറക്കും. എന്നിട്ട് 495 മാത്രമല്ലേ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുള്ളൂ. സോ അതാണ് ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് എന്ത് ചെയ്യണം? കുറക്കണം. ട്രേഡ് ഡിസ്കൗണ്ട്, റിബേറ്റ്, ഡ്യൂട്ടി ഡ്രോബാക്ക് ഷുഡ് ബി reduced. Okay, clear അല്ലേ? നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ. അടുത്ത് ട്രേഡ് ഡിസ്കൗണ്ട്, റിബേറ്റ്, ഡ്യൂട്ടി ഡ്രോബാക്ക് ഷുഡ് ബി ഡിഡക്റ്റഡ്. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ഓഫ് കൺവേർഷൻ. Cost of conversion. Cost of conversion. Yes. So directly related to production. അതായത് cost which are directly related to production. ഇത് cost directly related to production.
cost directly related to production such as direct labor. Cost directly related to production such as എന്താണ് ലേബർ, ഡയറക്ട് ലേബർ. ഓക്കെ, അതായത് നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറയാം. 1000 യൂണിറ്റ്സ് നിങ്ങൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. ഓക്കെ, ഒരു യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് മാറ്റണമെങ്കിൽ, ഒരു യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് മാറ്റണമെങ്കിൽ നിങ്ങളോട് പറയാണ് 10 രൂപ ലേബർ ചാർജ് കൊടുക്കണം. മനസ്സിലായോ? ഒരെണ്ണത്തിന് 10 രൂപ. സോ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ യൂണിറ്റ് വെച്ചിട്ട് എത്ര പൈസ പ്രൊഡക്ഷൻ വരും എന്ന് അറിയില്ല. അതായത് ഒരു യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എത്ര വേണം? 10 രൂപ. സോ 1000 എണ്ണത്തിന് 1000 × 10 അങ്ങനെ. സോ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? സോ ഫിനിഷ്ഡ് ഗുഡ്സിൽ ആ 10 രൂപയും കൂടെ ഉൾപ്പെടണ്ടേ? കാരണം ആ ഒരു യൂണിറ്റിനെ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് എത്തിക്കണമെങ്കിൽ ആ 10 രൂപ നമ്മൾ ഇൻകർ ചെയ്തിട്ടുണ്ട്. സോ ഫിനിഷ്ഡ് ഗുഡ്സ് അവിടെ ബാക്കി ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് ആ 10 രൂപയും കൂടി എടുക്കണ്ടേ? ക്ലിയർ ആണോ? ഡയറക്റ്റ് ലേബർ. നെക്സ്റ്റ് അതർ കോസ്റ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. ഓവർഹെഡ്സ് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനുള്ളതാണ്. അതായത് കോസ്റ്റിംഗ് എന്നുള്ള സബ്ജക്ട് പഠിക്കും. ഓക്കെ, ഓവർഹെഡ് മീൻസ് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അറിയോ? ഇപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞു. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡയറക്ട്ലി നമുക്ക് ഓരോ ഐറ്റത്തിന്, ഓരോ യൂണിറ്റിന് ഡയറക്റ്റ് ആയിട്ട് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാവും. അതായത് ഇങ്ങനെയുള്ള ഡയറക്ട്ലി നമുക്ക് ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചെലവ് വന്നതെന്ന് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ. ഓക്കെ, സോ അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇതൊക്കെ കൂടി കൂട്ടിയതിനാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല. ഓവർ ഹെഡിന്റെ മീനിങ് ഇപ്പൊ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് എവിടെ വരുള്ളൂ? കോസ്റ്റിംഗ് എന്നുള്ള സബ്ജക്ട് ഇന്റർമീഡിയറ്റ് വരുന്ന കാര്യം. ഓക്കെ, സോ ജസ്റ്റ് ഇങ്ങനെ എഴുതാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഇൻകേർഡ് ടു ബ്രിങ് inventory to present location and condition. So normally indirect expenses എടുക്കണ്ട. പക്ഷേ ഒരു സാധനത്തിനെ പർട്ടിക്കുലർലി ഇന്നത്തെ പൊസിഷനിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോർമലി എന്ത് എടുക്കണ്ട? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എടുക്കണ്ട. പക്ഷെ പ്രത്യേകിച്ച് പറയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഈ സാധനം ഇന്നത്തെ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞാൽ മാത്രം എടുക്കാം. സോ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് incurred to bring the inventory to present location and condition. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സാധനം, ഒരു യൂണിറ്റ് കൊണ്ടുവന്നു. അപ്പോ എ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ കസ്റ്റമർ പറയാണ് ഞാൻ ഈ സാധനം എടുക്കാം. ഓക്കെ, പക്ഷെ എന്നാലും ഈ സാധനം ഒരു ഫ്രിഡ്ജിൽ ഇത്രയും ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് വേണം തരാൻ. മനസ്സിലായോ? അതായത് ഇത്രയും സ്റ്റോറേജ് എക്സ്പെൻസസ് ചെയ്തിട്ട് വേണം എനിക്ക് തരാന്ന് പറയും. സോ പർട്ടിക്കുലർലി കസ്റ്റമർ പറയാണ് ഇത്ര പൈസ ഇതിനു വേണ്ടി സ്പെസിഫിക്കലി ചെലവാക്കണം. മനസ്സിലായോ? ഈ ഒരു എ എന്ന് പറയുന്ന യൂണിറ്റിന് വേണ്ടി മാത്രം ഇത്രയും എക്സ്പെൻസ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ പറഞ്ഞാൽ ഇത് എ എന്നതിന് വേണ്ടിയിട്ട് മാത്രം ചെലവാക്കുന്ന പൈസയാണ്. സോ ആ കോസ്റ്റും കൂടി എടുക്കണം. ഓക്കെ അല്ലേ? അതായത് ഓർ എനി കോസ്റ്റ് സ്പെസിഫിക്കലി ഇൻകേർഡ് ഓൺ ദ ഇൻവെന്ററി ഓഫ് എ സ്പെസിഫൈഡ് കസ്റ്റമർ. സോ ഒരു സ്പെസിഫിക് കസ്റ്റമറിന്റെ ഇൻവെന്ററിക്ക് മാത്രം വരുന്ന കോസ്റ്റ്. ഓർ എനി കോസ്റ്റ് സ്പെസിഫിക്കലി ഇൻകേർഡ് ഓൺ ഇൻവെന്ററി ഓഫ് എ സ്പെസിഫൈഡ് കസ്റ്റമർ. Specifically incurred on inventory of a specified customer. Okay ആണോ? താഴെ എഴുതാ. Interest and borrowing costs are generally not included. Very important. ഇത് നിങ്ങൾക്ക് മിസ്സാവും. ഇപ്പൊ ഇൻവെന്ററീസ് ഉള്ള ചാപ്റ്ററിൽ പുതിയ ഇതുവരെ ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ കിട്ടൂല. എന്തേ? നിങ്ങൾ പറഞ്ഞ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷെ കൺസെപ്റ്റ് എല്ലാം ഇവിടെ ഡിസ്കസ്ഡ് ആണ്. എങ്ങനെയാണ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യണം എന്നുള്ളത് ഇവിടെ ഡിസ്കസ്ഡ് ആണ്. ഈ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ ട്രേഡ് ഡിസ്കൗണ്ട് വരുന്നത് എന്ത് ചെയ്യണം? കുറക്കണം.
അത് ഓർക്കണം. ടാക്സസ് വരുന്നത് റീഫണ്ടബിൾ ആണോ നോൺ റീഫണ്ടബിൾ ആണോ നോക്കണം. ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എടുത്ത അസംപ്ഷൻ എന്താണെന്ന് പറയണം. ഇറ്റ് ഈസ് റീഫണ്ടബിൾ ഓർ നോൺ റീഫണ്ടബിൾ എന്ന നിങ്ങൾ അസ്യൂം ചെയ്ത കാര്യം എന്താന്ന് പറയണം. ഓക്കെ. പിന്നെ അതേപോലെ ഇത് ഇൻട്രസ്റ്റ് ആൻഡ് ബോറോയിങ് കോസ്റ്റ് ഉണ്ട്, അതെന്താക്കണ്ട, എടുക്കാൻ പാടില്ല. അതായത് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, എ എന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലോൺ എടുത്തു. ഓക്കെ, ആ ലോണിന് ഇൻട്രസ്റ്റ് വരൂലേ? മനസ്സിലായോ? എ എന്ന സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തു, ആ ലോണിന് ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റ് ഇവിടെ എടുക്കാൻ പാടില്ല, കോസ്റ്റ് ഓഫ് ദ സ്റ്റോക്ക് ആയിട്ട് എടുക്കാൻ പറ്റില്ല. മനസ്സിലാണോ? ഇൻട്രസ്റ്റ് ആൻഡ് അതർ ബോറോയിങ് കോസ്റ്റ് ആർ ജനറലി നോട്ട് ഇൻക്ലൂഡഡ്. നെക്സ്റ്റ്, ഇവിടെ ഈ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ നോക്ക്. However, in some circumstances where production process is longer, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒരുപാട് സമയം എടുക്കുന്ന കേസ്, ഇറ്റ് ഈസ് റിക്വയർഡ് ടു ക്യാരി ഇൻവെന്ററി ഫോർ എ ലോങ്ങർ പീരിയഡ്. ഫോർ എക്സാമ്പിൾ വൈൻ ഒരുപാട് സമയത്തൊക്കെ ഉണ്ടാക്കി, അങ്ങനെയുള്ള കേസസിൽ, അതായത് പ്രൊഡക്ഷൻ പീരിയഡ് ലോങ്ങർ വരുന്ന കേസസ് ആണെങ്കിൽ ഇൻട്രസ്റ്റും ബോറോയിങ്ങും ഓൾസോ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. മനസ്സിലായോ? ഇപ്പൊ എഴുതിയ എന്താ നിങ്ങൾ? ഇൻട്രസ്റ്റ് ആൻഡ് ബോറോയിങ് കോസ്റ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ്, അല്ലെ? ജനറലി നോട്ട് ഇൻക്ലൂഡഡ്. ബട്ട് എന്നിട്ട് ഇത് എഴുതാം, ഇഫ് പ്രൊഡക്ഷൻ പ്രോസസ് ഇസ് ലോങ്ങർ, ഇഫ് പ്രൊഡക്ഷൻ പ്രോസസ് ഇസ് ലോങ്ങർ, ഇഫ് പ്രൊഡക്ഷൻ പ്രോസസ് ഇസ് ലോങ്ങർ, ഓക്കെ, പ്രൊഡക്ഷൻ പ്രോസസ് ലോങ്ങർ. ഫോർ എക്സാമ്പിൾ എന്താണ്? വൈൻ്റെ കേസ്, വൈൻ, റൈസ്, ടിംബർ, മരക്കഷ്ണം, അല്ലെ? സോ വൈൻ, റൈസ്, ടിംബർ, ഇങ്ങനെയുള്ള എക്സാമ്പിൾ കേസിൽ it may be appropriate to consider interest and other borrowing cost also as part of inventory. Clear ആണോ? ഇപ്പൊ മനസ്സിലായോ? അതായത് സ്റ്റോക്കിന്റെ വാല്യൂ എടുക്കുന്ന സമയത്ത് പ്രൈസ്, പർച്ചേസ് പ്രൈസ് മാത്രമല്ലല്ലോ എടുക്കുന്നത്. പർച്ചേസ് പ്രൈസ് വരുന്നുണ്ട്, ഫ്രേറ്റ് വരുന്നുണ്ട്, ആ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേറെ എന്തെങ്കിലും ചില വരുന്നുണ്ട്, അല്ലെ? പ്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ എന്ത് വരുന്നുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഈ കേസ് ലോങ്ങർ പീരീഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ബോറോയിങ്സ് വരും, ലോങ്ങർ പീരീഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ബോറോയിങ്സ് വരില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, exclusions from cost of inventories. Exclusion from cost of inventories. So ഇൻവെന്ററീസിന്റെ കോസ്റ്റിൽ എടുക്കാനേ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇൻവെന്ററിയുടെ കോസ്റ്റിൽ എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നോക്കാം. ഒന്ന്, abnormal amount of wasted materials, labor and other production overheads. abnormal amount of wasted materials, അതായത് നമുക്കിപ്പോ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം നോർമലി വേസ്റ്റ് വരും, അല്ലെ? ഇപ്പൊ എ എന്ന പ്രൊഡക്റ്റിനെ ഫിനിഷ്ഡ് ഗുഡ്സിലൂടെ എത്തിക്കണം. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ കുറച്ച് വേസ്റ്റ് ഒക്കെ വരൂലേ? നോർമലി കുറച്ച് വേസ്റ്റ് ഒക്കെ വരും. ഓക്കെ, ആ വേസ്റ്റും കൂടി കൺസിഡർ ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റും കൂടി കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പൊ എ എന്ന പ്രൊഡക്റ്റ് ശ്രദ്ധിക്കാം, എ എന്ന പ്രൊഡക്റ്റ് ബിയിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ഉണ്ട്, കുറെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ നിങ്ങളിപ്പോ ഒരു ബോട്ടില് ഓയിൽ എടുക്കാം. ഓക്കെ, ഒരു ബോട്ടില് ഓയിൽ എടുക്കാണ്. അപ്പൊ ഓയിൽ എടുക്കുമ്പോൾ അതിന്റെ 100 ml ഉള്ള ഓയിലാണ്. ഓക്കെ, 10 ml നമ്മൾ ആ ഓയിൽ തുറക്കുന്ന സമയത്ത് ഇവാപ്പറേഷൻ അങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ട് 10 ml ഓട്ടോമാറ്റിക്കലി എപ്പോഴും പോകുന്നുണ്ട്, വേസ്റ്റ്, നോർമൽ വേസ്റ്റേജ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇഫക്റ്റീവ്ലി പറഞ്ഞു കഴിഞ്ഞാൽ 90 ml മാത്രമേ ഈ എ എന്ന സാധനം ബിയിലേക്ക് മാറ്റാൻ യൂസ് ചെയ്യുന്നുള്ളൂ. എന്താണ്? ബോട്ടിലില് 100 ml ഉണ്ട്, ഓയിൽ സ്പിൽ ഔട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ട് 10 ml എന്തായാലും നോർമൽ രീതിയിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലെ? നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആകെ 90 ml മാത്രമേ നമ്മൾ ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതെന്ത് വേസ്റ്റേജാ? നോർമൽ വേസ്റ്റേജ്. ക്ലിയർ ആണോ? നോർമൽ വേസ്റ്റേജ്. ഈ 100 ml ബോട്ടിലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരുന്ന പൈസ ഒരു 100 രൂപയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന എത്രയാ? 90. യൂസ് ചെയ്യുന്ന 90. പക്ഷെ 100 ml ബോട്ടിൽ 100 രൂപ ഉണ്ട്. ഇവിടെ കോസ്റ്റ് ആയിട്ട് എത്ര എടുക്കണം? 100 തന്നെ എടുക്കണം. അതായത് വേസ്റ്റ് വന്ന 10 രൂപയുടെ സാധനം ഉണ്ടല്ലോ, വേസ്റ്റ് വന്ന 10 രൂപയുടെ സാധനം, അതും എന്തെന്നെ ആയിട്ട് എടുക്കും? കോസ്റ്റ് ആയിട്ട് തന്നെ എടുക്കും. ക്ലിയർ ആണോ? യെസ്. സോ നോർമൽ വേസ്റ്റേജസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ്. പക്ഷെ അബ്നോർമൽ വേസ്റ്റേജ് എന്ത് ചെയ്യാൻ പാടില്ല? ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ 10 ml പകരം നിങ്ങൾ ഇവിടെ 20 ml വേസ്റ്റ് ആയിപ്പോയി. എന്താണ്? വേസ്റ്റേജ് വരുന്നുണ്ട്. സോ വേസ്റ്റേജ് വരുന്ന കേസിൽ വേസ്റ്റേജിന്റെ കോസ്റ്റ് എന്തെടുക്കാൻ പാടില്ല? സ്റ്റോക്കിൽ എടുക്കാൻ പാടില്ല.
മനസ്സിലായോ? അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എഴുതിക്കോ നിങ്ങള്. നോർമൽ വേസ്റ്റേജ് should be included in cost of material അല്ലെങ്കിൽ cost of inventory. Normal wastage should be included in cost of inventories, but എന്നിട്ട് ഇത് എഴുതാം. abnormal amount of wasted materials are excluded. abnormal amount ആണെങ്കിൽ excluded എന്നാണ്. നോക്കിയാണോ? abnormal amount of ശ്രദ്ധിക്കാം. എ എന്ന സാധനം ബിയിലോട്ട് മാറ്റണം. ഓക്കെ അല്ല? എ എന്നത് ബിയിലോട്ട് മാറ്റണം. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഒരു ml 1 രൂപ എന്ന രീതിയിലാണ് കോസ്റ്റ് വരുന്നത്. ഓയിൽ എടുക്കാം, 1 milliliter 1 രൂപ എന്നുള്ള രീതിയിൽ കോസ്റ്റ് വരും. ഓക്കെ ആണോ? നിങ്ങൾ എ എന്ന സാധനം ബിയിലോട്ട് മാറ്റുന്ന സമയത്ത് ഞാൻ പറയുന്നു 10% നോർമൽ ലോസ് സംഭവിക്കും. 10% നോർമൽ ലോസ് സംഭവിക്കും. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾക്ക് ആവശ്യം എത്രയേ ഉള്ളൂ? 90 ml മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ 10 ml കൂടി എന്തായാലും നോർമലി വേസ്റ്റേജ് പോകും. ക്ലിയർ ആണോ? അപ്പോ അങ്ങനെയാണെങ്കിൽ 90 രൂപ പ്ലസ് 10 രൂപ ടോട്ടൽ 100 rupees ആയിരിക്കും എന്ത് വരാ? കോസ്റ്റ് ആയിട്ട് വരാം. അതായത് നിങ്ങളെ ഇൻവെന്ററീസ് ബി എന്ന ഐറ്റത്തിന്റെ കോസ്റ്റിൽ എന്തുണ്ടാവും? ഈ 90 ml ഉണ്ടാവും. മാത്രമല്ല വേസ്റ്റ് വന്ന 10 ml കോസ്റ്റ് ഉണ്ടാവും. ഇതെന്താണ്? നോർമൽ വേസ്റ്റേജ്. ക്ലിയർ ആണ്? ഇനി അടുത്ത കേസിൽ ഞാൻ പറയാണ് 90 ml യൂസ് ചെയ്തു, 10 ml അല്ലേ വേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ 10 ml പകരം എത്ര വേസ്റ്റ് ചെയ്തു എന്നറിയോ? 20 ml വേസ്റ്റ് ചെയ്തു. മനസ്സിലായോ? 10 ml പകരം 20 ml വേസ്റ്റ് ചെയ്തു. സോ ഇവിടെ ഞാൻ 90 പ്ലസ് 20 110 രൂപ കോസ്റ്റ് ആയിട്ട് എടുക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം എത്ര എടുക്കാൻ പാടുള്ളൂ? 90 എടുക്കാം. നോർമൽ വേസ്റ്റേജ് ആയ 10 രൂപ എടുക്കാം. പക്ഷെ അബ്നോർമൽ വേസ്റ്റേജ് ആയിട്ട് വന്ന ഈ 10 രൂപ എടുക്കാൻ പാടുണ്ടോ? പാടില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഇവിടെ നിങ്ങൾക്ക് 110 ലിറ്റർ ചെലവ് വന്നാലും 110 ml ചെലവ് വന്നാലും 100 രൂപ മാത്രമേ എന്തുള്ളൂ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ. സോ 110 രൂപ ചെലവ് വന്നാൽ പോലും 100 രൂപ അല്ലെ, 110 ml എടുത്തു. അതിൽ 20 ml എന്താണ്? വേസ്റ്റേജാ. ഓക്കെ. അതിൽ 10 ml നോർമൽ വേസ്റ്റേജ്. സോ 90 ഇഫക്റ്റീവ്ലി യൂസ്ഡ്, 10 നോർമൽ വേസ്റ്റേജ്. അപ്പൊ ഇത്ര എടുക്കാം. ഇത്രയുടെ കോസ്റ്റ് 100 രൂപ എടുക്കാം. പക്ഷെ 110 എടുക്കാൻ പാടുണ്ടോ? പാടില്ല. ഓക്കെ. സി, അപ്പൊ ഇങ്ങനെ ഈ കേസ് നോക്കാം. ഇവിടെ രണ്ടും വേസ്റ്റേജാ. അപ്പൊ നമ്മൾ സ്റ്റോക്ക് അസറ്റ്, ഇവിടെ അസറ്റ് സൈഡിൽ സ്റ്റോക്കിന്റെ വാല്യൂ എഴുതുന്ന സമയത്ത് എത്ര എഴുതണം? ആ 100 കൂടി കൂട്ടിയിട്ടല്ലേ എഴുതും? 110 എഴുതോ? ഇല്ല. മനസ്സിലായോ? ഇപ്പൊ 100 ആയിട്ട് എഴുതാ. 90 വന്നു. ഈ പോയ 10 രൂപയും നമ്മൾ എന്തിലോട്ട് എടുക്കും? അസറ്റ് ആയിട്ട് എടുക്കും. പക്ഷെ ഈ പോയ 10 രൂപ അസറ്റ് ആയിട്ട് എടുക്കുമോ? ഇല്ല. ഈ പോയ 10 രൂപ എക്സ്പെൻസ് ആയിട്ട് തള്ളും. P&L അക്കൗണ്ടില് എക്സ്പെൻസ് ആയിട്ട്, P&L അക്കൗണ്ടില് എക്സ്പെൻസ് നമ്മുടെ നഷ്ടമാണെന്നുള്ള രീതിയിൽ തള്ളും. സോ ടോട്ടൽ ഇവിടെ നിങ്ങൾക്ക് എത്ര പൈസ പോയിട്ടുണ്ട്? 110 രൂപ പോയിട്ടുണ്ട്. മനസ്സിലായോ? ടോട്ടൽ എത്ര പൈസ പോയിട്ടുണ്ട്? 110 രൂപ. 90 രൂപ ഇഫക്റ്റീവ്ലി പോയി. 10 രൂപ നോർമൽ വേസ്റ്റേജാ അല്ലെ? ആ 10 രൂപ എന്തിലേക്ക് എടുക്കും? കോസ്റ്റ് ഓഫ് അസറ്റിന്റെ മുകളിൽ കയറും. നോർമൽ വേസ്റ്റേജ് അസറ്റിന്റെ വാല്യൂ കയറും. പക്ഷെ അബ്നോർമൽ വേസ്റ്റേജ് ആയ 10 രൂപ എങ്ങോട്ട് കയറും? എക്സ്പെൻസ് ആയിട്ട് കയറും. ക്ലിയർ ആണോ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം. ഞാൻ ഇൻവെന്ററീസിന്റെ വാല്യൂ, ഫോർ എക്സാമ്പിൾ ഒരു അസറ്റ് ചെയ്താണ്. ഇൻവെന്ററീസ് എത്ര ചെയ്തും? 100 ചെയ്തും. ക്യാഷ് എത്ര പോയി? 110 പോയി. നിങ്ങളിപ്പോ ജനറലി ആലോചിക്കുക. ക്യാഷ് എത്ര പോയി? 110 പോയി. പക്ഷെ ഇൻവെന്ററീസ് ആയിട്ട് എത്ര എടുക്കാൻ പറ്റുള്ളൂ? 100 എടുക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളത് എന്തായിട്ട് എടുക്കണം? എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. 10 രൂപ. സോ ഇൻവെന്ററീസ് ഡെബിറ്റ്, എക്സ്പെൻസ് ഡെബിറ്റ്, ഇതെന്താണ്? ക്യാഷ് ക്രെഡിറ്റ് അല്ലെ? അപ്പൊ ഇവിടെ സ്റ്റോക്കിന്റെ വാല്യൂ നോക്കുമ്പോൾ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ സ്റ്റോക്ക് ചെയ്തൂല്ലേ? അവിടെ എത്ര ചെയ്തു അല്ലെ? 100 ആണ് എടുക്കാം സ്റ്റോക്ക് എടുക്കുമ്പോൾ. അസറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എത്ര എടുക്കും? 100 എടുക്കും. ഈ 10 എടുക്കുമോ? ഇല്ല. ഈ 10 എവിടെ വരും?
അടുത്ത പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ വരും. ക്ലിയർ അല്ലേ? എക്സ്പെൻസ് ആയിട്ട് വരും. സോ ആ പോയിന്റ് ആണ് ഇവിടെ ക്ലിയർ ആയിട്ട് എടുക്കേണ്ടത്. അബ്നോർമൽ വേസ്റ്റേജസ് നോട്ട് ടേക്കൺ ഇൻ ഇൻവെന്ററി, നോർമൽ വേസ്റ്റേജ് വിൽ ബി ടേക്കൺ ഇൻ ഇൻവെന്ററി. സെക്കൻഡ് പോയിന്റ് ഇതേതോ. സെക്കൻഡ് പോയിന്റ് സ്റ്റോറേജ് കോസ്റ്റ്. സ്റ്റോറേജ് കോസ്റ്റ് ഏതാ? സ്റ്റോറേജ് കോസ്റ്റ് unless those costs are necessary in the production process. Storage cost, unless those costs are necessary in the production process prior to further production stage. Okay, no? ഇതെന്താ പറയുന്ന അറിയോ? ഫോർ എക്സാമ്പിൾ നമ്മൾ എ എന്ന പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യാണ്. നിങ്ങളോട് പറയുന്നത് സ്റ്റോറേജ് കോസ്റ്റ് ഉണ്ട്. സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാൻ പാടില്ല? സ്റ്റോക്കിന്റെ വാല്യൂയിൽ എടുക്കാൻ പാടില്ല. മനസ്സിലായി? ഈ സാധനം സ്റ്റോർ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് എവിടെ എടുക്കാൻ പാടില്ല? കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ആയിട്ട് എടുക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം എക്സ്ട്രാ പറയുന്നുണ്ട്. എന്താ? അൺലെസ് ദോസ് കോസ്റ്റ് ആർ നെസസറി ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് നെക്സ്റ്റ്, അടുത്ത പ്രൊഡക്ഷൻ പ്രോസസ്സിന് ചെയ്യണമെങ്കിൽ ഇത് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കേസസ്. ഫോർ എക്സാമ്പിൾ എ എന്ന റോ മെറ്റീരിയൽ, ഓക്കെ, ഫസ്റ്റ് ലെവല്, സെക്കൻഡ് ലെവല്, അങ്ങനെ 3 ലെവലായിട്ടാണ് പ്രൊഡക്ഷൻ നടക്കുക. വിചാരിച്ചോ? തേർഡ് ലെവല്, ഫസ്റ്റ് ലെവൽ പ്രോസസ്സായി, സെക്കൻഡ് ലെവൽ പ്രോസസ്സായി, തേർഡ് ലെവൽ, അങ്ങനെ പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലെവൽ എ പ്രോസസ് ആയിട്ട് ഇവിടെ എത്തി. ഓക്കെ ആണോ? ഫസ്റ്റ് ലെവൽ പ്രോസസ് ആയിട്ട് ഇവിടെ എത്തി. എന്നിട്ട് സെക്കൻഡ് ലെവലിലോട്ട് പോണ്ടേ. സെക്കൻഡ് ലെവലിലുള്ള പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ശ്രദ്ധിക്കുക, എ എന്ന സാധനം ഫസ്റ്റ് ലെവൽ പ്രൊഡക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഇത് സെക്കൻഡ് ലെവലിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിലോട്ട് പോകണമെങ്കിൽ ഇതിനെ ഒരു 0 ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിക്കും. മനസ്സിലായോ? എ എന്ന സാധനം എന്ത് ചെയ്യണം? 0 ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിക്കണം. അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യും? സ്റ്റോറേജ് ചെയ്യൂലേ? ഒരു റെഫ്രിജറേറ്ററിൽ എന്ത് ചെയ്യും? സ്റ്റോറേജ് ചെയ്യും. ഓക്കെ, ഇത് ചെയ്താൽ മാത്രമല്ലേ അടുത്ത പ്രോസസ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ സ്റ്റോറേജ് ചെയ്താൽ മാത്രമല്ലേ അടുത്ത പ്രോസസ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കോസ്റ്റ് ആണെങ്കിൽ ഇത് നെസസറി ആണ് അല്ലെ? ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ലെവലിലേക്ക് എത്തുമോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന കോസ്റ്റ് ആണെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ് എടുക്കണം. മനസ്സിലായോ? തേർഡ് ലെവലിന്റെ പ്രോസസ്സിലേക്ക് ആവശ്യമുള്ള സ്റ്റോറേജ് കോസ്റ്റ് ആണെങ്കിൽ, ഫർദർ പ്രൊഡക്ഷനിലേക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള സ്റ്റോറേജ് കോസ്റ്റ് ആണെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ് ഏതിനെടുക്കണം? സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററീസ് എടുക്കണം. പക്ഷെ വെറുതെ സ്റ്റോറേജ് കോസ്റ്റ്, ഇപ്പൊ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, എല്ലാം സെറ്റ് ആയി, ഇത് എടുത്തിട്ട് ഞാൻ അവിടെ വെക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സ്റ്റോർ ചെയ്യുന്ന ഇപ്പൊ റെന്റ് കൊടുക്കണം അല്ലെ? ഒരു 10 സാധനം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെന്റ് കൊടുക്കാം. അത് വേണ്ട, എല്ലാം കഴിഞ്ഞു. എന്നിട്ട് സ്റ്റോറേജ് കോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല? ആ സ്റ്റോറേജ് കോസ്റ്റ് എന്ത് ചെയ്യില്ല? നമ്മൾ സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി എടുക്കൂല. ആ സ്റ്റോറേജ് കോസ്റ്റ് എന്തായിട്ട് എടുക്കുള്ളൂ? ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് എടുക്കുള്ളൂ. സ്റ്റോക്കിൽ വരില്ല. അത് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് പോകുള്ളൂ, സ്റ്റോക്കിൽ പോകില്ല. ഓക്കെ, സ്റ്റോക്കിന്റെ വാല്യൂലോട്ട് പോകില്ല. പക്ഷെ ഈ കേസ് എന്താ? ഇത് നെക്സ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ അല്ലെ? മനസ്സിലായോ? സെക്കൻഡ് ലെവലിൽ തണുപ്പിക്കണം, മെൽറ്റ് ചെയ്യിപ്പിക്കണം, 0 ഡിഗ്രി സെൽഷ്യസിലേക്ക്, മെൽറ്റ് അല്ല, ഫ്രീസ് ചെയ്യിപ്പിക്കണം 0 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെ? എന്നാൽ മാത്രമേ നമുക്ക് തേർഡ് പ്രോസസ്സിലോട്ട് പോകാൻ പറ്റൂ. ക്ലിയർ ആണോ? സോ സ്റ്റോറേജ് കോസ്റ്റ് നോർമലി എന്ത് ചെയ്യണ്ട? നോർമലി എക്സ്ക്ലൂഡ്. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് നെസസറി ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് പ്രയർ ടു ഫർദർ പ്രൊഡക്ഷൻ സ്റ്റേജ്, അടുത്ത പ്രൊഡക്ഷൻ സ്റ്റേജിന് മുമ്പേ ഈ സ്റ്റോറേജ് കോസ്റ്റ് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം എടുക്കും. ക്ലിയർ ആണോ? നെക്സ്റ്റ്, അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഇത് നേരത്തെ പറഞ്ഞു, ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്തായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു, ഒരു മിനിറ്റ്, നിങ്ങൾ ഇത് എഴുതുക. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് do not contribute to that, do not contribute to bringing inventories to their present location and condition. Administrative overheads that do not contribute to bringing inventories to their present location and condition. Okay അല്ലേ? അതായത് നേരത്തെ പറഞ്ഞു നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ബ്രിങ് ദ ഇൻവെന്ററീസ് ആണെങ്കിൽ എന്ത് വരും? കോസ്റ്റിൽ വരും. ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ആണ് അല്ലെ? ഡു നോട്ട് എന്നുള്ള വാക്കുകൾ വരുന്നുണ്ട്. അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മീൻസ് ഇന്നത്തെ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് വരുന്നത്.
സാലറി ഓഫ് ദ എംപ്ലോയി. ആ കോസ്റ്റ് വരുന്നത് ഈ ഐറ്റത്തിന്റെ കോസ്റ്റുമായിട്ട് ബന്ധമില്ല അല്ലെ. ഐറ്റം എത്ര പ്രൊഡ്യൂസ് ചെയ്താലും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും സാലറി ഓഫ് ദ എംപ്ലോയി കൊടുക്കണ്ടേ? കാര്യം മനസ്സിലായോ? ഇവിടെ നമ്മളൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്, 1000 ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തോട്ടെ, 1,00,000 ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യട്ടെ, എംപ്ലോയീസിന് 10,000 രൂപയാണ് മന്ത്ലി സാലറി, അത് 10,000 കൊടുത്തല്ലേ പറ്റൂ. അത് ഇൻഡയറക്റ്റ് ആണ്. അവിടെ എന്തില്ല, ഇതിലോട്ട് ഡയറക്ട്ലി ആ ഗുഡ്സ് ഇന്നത്തെ പൊസിഷനിലേക്ക് എത്തിക്കാനുള്ള റോൾ ഇല്ല. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ആണെങ്കിൽ എടുക്കണ്ട, അതർവൈസ് എടുക്കണം. നെക്സ്റ്റ് ലാസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. Selling and distribution cost. Selling and distribution cost എടുക്കണോ? വേണ്ട. ഏതിലേക്ക് വരില്ല? സ്റ്റോക്കിലോട്ട് വരുമോ? ഇല്ല. സി, ഇത് ഞാൻ സിമ്പിൾ ലോജിക്ക് പറഞ്ഞുതരാം. 1000 യൂണിറ്റ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്തു, 1000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു, നിങ്ങൾ 600 യൂണിറ്റ്സ് വിറ്റു. എന്താണ്? 600 യൂണിറ്റ്സ് വിറ്റു. ബാലൻസ് എത്ര വരുള്ളൂ? 400. നിങ്ങൾ ഈ വർഷം സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 1,00,000 രൂപ ചെലവാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ആ സെല്ലിംഗ് എക്സ്പെൻസസ് കാരണം ബെനിഫിറ്റ് ഈ 600 എണ്ണത്തിനല്ലേ കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായോ? ഈ 1,00,000 രൂപയുടെ അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ, സെല്ലിംഗ് എക്സ്പെൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഇത് നടത്തിയത് കൊണ്ട് നിങ്ങൾക്ക് ഈ 600 എണ്ണല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ സോൾഡ് ചെയ്ത സാധനത്തിന് മാത്രമാണ് ഈ സെല്ലിംഗ് എക്സ്പെൻസ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ. വിൽക്കാണ്ട് കിടക്കുന്ന ഈ 400 എണ്ണത്തിന് എന്തെങ്കിലും അഫക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. മനസ്സിലായോ? സോ ഇവിടെ സ്റ്റോക്ക് ആയിട്ട് വരുമോ? സ്റ്റോക്ക് ആയിട്ട് സെല്ലിംഗ് എക്സ്പെൻസസും കൂടി കൂട്ടണോ? വേണ്ട. മനസ്സിലായോ? സാനിയ, ക്ലിയർ ആയോ? സോ സെല്ലിംഗ് എക്സ്പെൻസ് ആയിക്കോട്ടെ, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആയിക്കോട്ടെ, അത് ബാലൻസ് വരുന്ന സ്റ്റോക്കിനുള്ളതല്ല, വിറ്റ സാധനത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സ്റ്റോക്കിന്റെ വാല്യൂല് വരൂല. ക്ലിയർ? നിലിമ, ക്ലിയർ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. നെക്സ്റ്റ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇതും കൂടി എഴുതാം. പിന്നെ നമുക്ക് ഫുള്ള് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഫുള്ള് ക്വസ്റ്റ്യൻസ് പോകും. നെറ്റ് റിയലൈസബിൾ വാല്യൂ. നെറ്റ് റിയലൈസബിൾ വാല്യൂ. എന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ? മീൻസ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ്, എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ലെസ് എസ്റ്റിമേറ്റഡ് cost of completion and estimated cost necessary to make the sale. നേരത്തെ പറഞ്ഞില്ലേ, മാർക്കറ്റ് വാല്യൂ മാത്രമല്ല, അതിന് എന്ത് കുറക്കണം? ഫർദർ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നെ കുറക്കണം. ഓക്കെ അല്ലേ? എഴുതിയോ? എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് estimated selling price minus estimated selling price minus estimated selling price minus estimated cost of completion and estimated cost necessary to make the sale. Okay ആണോ? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താ പറയുക? സെല്ലിംഗ് പ്രൈസിൽ നിന്നും എഴുതിയോ? അത് ഇവിടം വരെ എഴുതിയോ? എഴുതിയോ? Estimated selling price less estimated cost of completion and estimated cost of necessary to make the sale. Okay. So in case of finished goods നെ സംബന്ധിച്ചുള്ള എങ്ങനെയാ? In case of finished goods, ഏതാ? NRV, net realizable value is equal to selling price minus selling price minus selling and distribution expense. In case of finished goods എങ്ങനെയാ? Selling price minus selling expense of selling and distribution expense. Okay ആണോ? And ഇത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും. In case of raw material, in case of raw material, ഇതെന്തായാലും മിസ് ഔട്ട് ചെയ്യും. എക്സാമിൽ ഇത് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അന്ന് ആ വായ്പ പൊളിച്ച് നിൽക്കേണ്ടി വരും. എന്താണ്? റീപ്ലേസ്മെന്റ് കോസ്റ്റ്.
റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് നെറ്റ് റിയലൈസ്ഡ് വാല്യൂ. സോ ഇതുവരെ ഞാനത് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും കാര്യം, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റോ മെറ്റീരിയലിന്റെ കേസ് ആണെങ്കിൽ നിങ്ങളോട് പറയും റോ മെറ്റീരിയൽ വിറ്റാൽ ഇത്ര പൈസ കിട്ടും. ശ്രദ്ധിക്കാം, റോ മെറ്റീരിയൽ ശ്രദ്ധിക്കണേ. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പറയാണ് റോ മെറ്റീരിയൽ എ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ഉണ്ട്, നിങ്ങൾ പർച്ചേസ് ചെയ്തത് 10 രൂപ. എന്താണ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് 10 രൂപ. നിങ്ങൾക്ക് ഈ റോ മെറ്റീരിയൽ വിൽക്കാൻ പറ്റും at rupees 8 rupees. എന്താണ് വിൽക്കാൻ പറ്റും? ഇതെന്താണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ ഇസ് 8 rupees. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് ഇസ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്നിട്ട് പറയാണ് ഈ റോ മെറ്റീരിയൽ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ റോ മെറ്റീരിയൽ എടുക്കാനായിട്ട് നിങ്ങൾക്ക് വരുന്ന ചെലവ് 7 rupees. ഓക്കെ ആണോ? യെസ്. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഏതെടുക്കണം? റോ മെറ്റീരിയൽ ആണ് കേസ് എങ്കിൽ ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. റോ മെറ്റീരിയൽ ആണെങ്കിൽ എന്തെടുക്കണം? ഇതെടുക്കണം, റീപ്ലേസ്മെന്റ് കോസ്റ്റ് എടുക്കണം. ക്ലിയർ അല്ലേ? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കേസ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. പക്ഷെ റോ മെറ്റീരിയൽ എന്തെടുക്കണം? റീപ്ലേസ്മെന്റ് കോസ്റ്റ് എടുക്കണം. ഓക്കെ, ഇതിന്റെ എക്സാം വരുത്തുന്ന സമയത്ത് ഞാൻ ഈ പോയിന്റ് ഇടും, നിങ്ങൾ തെറ്റിക്കും. ഇതാണ് റീപ്ലേസ്മെന്റ്. ഓക്കെ ആണ് അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻസ് ഓക്കെയാണ്. ഇനിയിപ്പോ നമുക്ക് പിന്നീട് പഠിക്കാനുള്ള പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് പഠിക്കാണ്ട്, പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം പഠിക്കാണ്ട്. ഇത് കുറച്ച് എഴുതാം. പിന്നെ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം ആൻഡ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിന്റെ അതിന്റെ ഡിഫറൻസസ് ഇതാണ് മെയിൻലി ബാക്കിയുള്ളത്. എന്തൊക്കെ? പെർപെച്വൽ, പീരിയോഡിക്കൽ, ഇൻവെന്ററി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ബാക്കി. പിന്നെ ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിംഗ്, അതായത് സ്റ്റോക്ക് എടുക്കുക എന്ന് പറയുന്നത്, ആ സ്റ്റോക്ക് എടുക്കുന്നതിനെ പറ്റിയിട്ട് പഠിക്കാൻ. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് അതൊക്കെ ഒന്ന് തീർത്ത് നോക്കാം. ഓക്കെ, സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് തീർന്നോ? ഇത് കഴിഞ്ഞില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫിഫോ. ഫിഫോ മെത്തേഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം. ഫിഫോ മെത്തേഡ്. ഫിഫോ മെത്തേഡിന്റെ ക്വസ്റ്റ്യൻ വായിച്ചടാ, ഒരു മിനിറ്റ്. സെറ്റ് ആക്കാം. ക്വസ്റ്റ്യൻ വായിച്ചേ. ക്വസ്റ്റ്യൻ വായിക്കടാ, ക്വസ്റ്റ്യൻ വായിക്കേ. സെക്കൻഡ് വൺ വായിച്ചോ? എ മാനുഫാക്ചറർ ഹാസ് ഫോളോയിങ് റെക്കോർഡ് ഓഫ് ടെക്സ്റ്റ് ഇല്ലേ? നിങ്ങളെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ? ഉണ്ട്. മാനുഫാക്ചറർ ഹാസ് ഫോളോയിങ് റെക്കോർഡ് ഓഫ് പർച്ചേസസ് ഓഫ് എ കണ്ടൻസർ വിച്ച് യൂട്ടിലൈസസ് മാനുഫാക്ചർ റേഡിയോ സെറ്റ്സ് തന്നിട്ടുണ്ട്. ഡിസംബർ 4-ന് 950. ഓക്കെ, 950. പിന്നെ ഡിസംബർ 10-ന് 455 rupees, 355, 260, 847. ടോട്ടൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? 2600. 1600 യൂണിറ്റ്സ് were issued during the month of December till 18th December. അല്ലെ? എന്താണ്? 1600 എണ്ണം വിറ്റുപോയി. ഏത് മെത്തേഡാ? ഫിഫോ മെത്തേഡ്. ഓക്കെ, ഫിഫോ മെത്തേഡിൽ 1600 എണ്ണം വിറ്റുപോയി എന്ന് പറയുമ്പോൾ ബാലൻസ് ഉള്ളത് ലാസ്റ്റത്തെ 1000 ആയിരിക്കില്ലേ? എത്ര എണ്ണം ബാലൻസ് ഉണ്ട്? 1000. സോ ലാസ്റ്റത്തെ 1000 ലാസ്റ്റത്തെ കേസ് ആയിരിക്കൂലേ? ക്ലിയർ ആണോ? ലാസ്റ്റത്തെ 1000 എണ്ണമായിരിക്കൂലേ ബാക്കി ഉണ്ടാവുക? യെസ്. എത്ര? 800 × 47.
800 into 47 എത്രയാ? 37 600 200 into 60. Answer is 49 600. Clear ആണോ? Clear ആണോ? Yes. Clear അല്ലേ? ഇതേ ക്വസ്റ്റ്യൻ ഫിഫോ ലിഫോ ആണെങ്കിലോ എന്ന് പറയോ? ഇതേ ക്വസ്റ്റ്യൻ ലിഫോ, ഇതേ ക്വസ്റ്റ്യൻ ലിഫോ ആണെങ്കിലോ? ലിഫോ ആണെങ്കിൽ ഏതൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് വാങ്ങിച്ച സാധനം മാത്രം ബാലൻസ് ഉണ്ടാവും. സോ 900 ഉണ്ടാവും, 100 ഉണ്ടാവും അല്ലെ? സോ ആൻസർ വിൽ ബി 900 into 50 45,000, 100 into 55. Answer is 5,500. Clear ആണോ? ശരി, നെക്സ്റ്റ് ഫിഫോ ഓക്കെ ആണ്. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ 3 നോക്കാം. In the previous example, assume that following issues were made during the month of December. വായിച്ചോക്ക. ഒരു മിനിറ്റ്, നിങ്ങളല്ലേ ഒന്ന് പർച്ചേസസ് ഒക്കെ ഒന്ന് പറയോ? വേണ്ട, പർച്ചേസസ് ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു? ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യനില് ഒറ്റയടിക്ക് നിങ്ങളോട് പറയാണ് 1600 വിറ്റു. എപ്പോഴാ വിറ്റെന്നൊന്നും പറയുന്നില്ലല്ലോ. ഇനിയിപ്പോ നേരെ മറിച്ച് നിങ്ങളോട് പറയാണ് ഡിസംബർ 4-ന് 950. ഞാൻ ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസംബർ 4 950, ഡിസംബർ 10-ന് 455, 11 90 28, 300 200 800 2600 55 60 47. ഓക്കെ, സോ ഇതാണ് പർച്ചേസസ് അല്ലെ? പർച്ചേസ് ചെയ്തല്ലേ? അടുത്ത് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട് കണ്ടോ? ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫോളോയിങ് ഇഷ്യൂസ് were made. ഫോളോയിങ് ഇഷ്യൂസ് were made. എന്തൊക്കെ? ഡിസംബർ 5, ഡിസംബർ 20, ഡിസംബർ 29. ഓക്കെ ആണോ? സോ നിങ്ങൾ ഒരു ടേബിൾ വരച്ച് ശരിക്കണേ. എഴുതിക്കോ. ഏത് ഡേറ്റ്? ആദ്യം ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് ഏത് ഡേറ്റിനാ? ഡേറ്റ് റിസീപ്റ്റ്. റിസീപ്റ്റില് ഡേറ്റ് ഏതാ? അടുത്തത് റിസീപ്റ്റിൽ എന്തൊക്കെ വരും? എത്ര ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. അതേപോലെ റിസീപ്റ്റ് എന്ന് പറയുമ്പോൾ പർച്ചേസസ് അല്ലെ? ഇഷ്യൂസ് ഇഷ്യൂസ് സെയിം ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. അതേപോലെ ബാലൻസ് ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ക്ലിയർ ആണോ? ഹെഡിങ് ഒക്കെ അല്ലേ? റിസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ്. അത് ഉറപ്പല്ലേ? എത്ര കിട്ടി? ഇഷ്യൂ, ബാലൻസ്. എന്തൊക്കെ അറിയണം? ക്വാണ്ടിറ്റി അറിയണം, ഒരു യൂണിറ്റിന്റെ പൈസ അറിയണം, ടോട്ടൽ. ഡേറ്റ് ഫസ്റ്റ് ഡിസംബർ 4. ഡിസംബർ 4. നമുക്ക് ഫിഫോ മെത്തേഡിൽ ചെയ്യാം. ഏതാണ്? ഫിഫോ. ഇവർ ചെയ്ത പോലെ ചെയ്യല്ലേ, ഫിഫോ മെത്തേഡിൽ ചെയ്യാം. ഡിസംബർ 4-ന് ആദ്യം പർച്ചേസ് ചെയ്യുന്നത്. ഡിസംബർ 4-ന് പർച്ചേസ് ചെയ്യുന്നത് എത്ര എണ്ണം? 900. എത്ര റുപ്പീസ്? 50. ടോട്ടൽ പൈസ എത്രയാ? 45
1000. ഇഷ്യൂ ഒന്ന് ആ ദിവസം ചെയ്യുന്നുണ്ടോ? ആ ദിവസം ഇഷ്യൂ ഉണ്ടോ? ഇല്ല. സോ ബാലൻസ് 950 45,000. ക്ലിയർ അല്ലേ? സോ ഡിസംബർ 4 ഓക്കെ. അടുത്തെന്താ? ഡിസംബർ 5. ഡിസംബർ 5 എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. എത്രയാ? 500 അല്ലെ? 500. ഏത് മെത്തേഡാ? FIFO. ഫസ്റ്റ് വാങ്ങിച്ചത് ഫസ്റ്റ് വിറ്റു. ആകെ ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ. സോ എത്ര രൂപയുടെ സാധനമായിരിക്കും ഇത്? എത്ര പൈസ? 25,000. ഓക്കെ അല്ലേ? സോ ബാലൻസ് എങ്ങനെ വരും? 900 മൈനസ് 500 400. എല്ലാത്തിനും 50 രൂപയിലെ ബാലൻസ് ഉണ്ടാവും. 40 സോറി 50 400 into 50 20,000. ഓക്കെ ആണോ? ക്ലിയർ? അടുത്ത് ഡിസംബർ 10 പിന്നെ 11 ഉണ്ട് 19 ഉണ്ട് അല്ലെ? 10 ചെയ്യും. ഡിസംബർ 10 എത്ര പർച്ചേസ് ചെയ്യുന്നു? 400. 55 രൂപ. 400 × 55 എത്ര വരാം? 22,000. ഓക്കെ, 22,000. ഓക്കെ, ഈ ഒരു പർച്ചേസോട് കൂടി നമ്മളെ ബാലൻസ് എങ്ങനെ വരും എന്ന് പറയാമോ? ആദ്യം 400 രൂപയുടെ 50 അല്ല സോറി 400 എണ്ണം 50 രൂപന്റെ ഇല്ലേ? 20,000 rupees. ആൻഡ് ഈ 400 എണ്ണം ഇല്ലേ? ഫസ്റ്റ് ഓൾറെഡി 400 എണ്ണം ഉണ്ട്. പ്ലസ് ഈ 400 എണ്ണം 55 രൂപ 22,000. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡിസംബർ 10 ബാലൻസ് ആണ് 42,000 രൂപ. ക്ലിയർ? 20,000 പ്ലസ് 20,000. സോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതുന്നതല്ല. മനസ്സിലായോ സാനിയ? ഇല്ല, സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാലേ നമുക്ക് പിന്നീട് മനസ്സിലാവുള്ളൂ. ഇവിടെ ഇപ്പൊ 500 എണ്ണം വിറ്റ് പോകുമ്പോൾ മനസ്സിലാവും 400 ഇതെന്ന് 100 ഇപ്പുറത്തുനിന്ന്. സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ എവിടുന്ന് എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയില്ല. ഇത് ഫസ്റ്റ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ആദ്യം വാങ്ങിച്ച സാധനം ഇവിടെ ഉണ്ട്, രണ്ടാമത് വാങ്ങിച്ച സാധനം ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അടുത്ത ഇഷ്യൂ എപ്പോഴാ? 11 ഡിസംബർ 11 എത്രയാടാ? 300 എണ്ണം. ഞാൻ എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിയേ. ഇവിടെ 455 എവിടെ വരണ്ടേ? കറക്റ്റാ? കറക്റ്റാ? ഓക്കെ, അപ്പൊ പ്രശ്നമില്ല. അടുത്ത 300 ഇഷ്യൂ അല്ലല്ലോ അല്ലെ? പർച്ചേസ് തന്നെയാ. 11 പർച്ചേസ് തന്നെയാ. റിസിപ്റ്റ് എത്രയാ? 55 അല്ലേ? 300 × 55 എത്ര പൈസ? 50. ടോട്ടൽ എമൗണ്ട് 1,65,000 അല്ല 16,500. 16,500. യെസ്. സോ 16,500. ഓക്കെ, സോ ഈ പൊസിഷനിൽ ഇപ്പൊ 800 ഉണ്ടായിരുന്നു, പ്ലസ് 300 1100 ആണ്. അപ്പൊ നോക്കാം എങ്ങനെ എഴുതിയാൽ മതി. ഇവിടെ 55 ലാസ്റ്റത്തെ 55 ആയിരുന്നു, ഇപ്പോഴത്തെ 55 വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ചെയ്തൂടെ? 400 എണ്ണത്തിന്റെ 50 രൂപയുടെ 400 എണ്ണം ഉണ്ട് അല്ലെ? 50 രൂപയുടെ 400 എണ്ണം ഉണ്ട്. പ്ലസ് ഈ 400 ഓൾറെഡി ഉള്ളതും ഈ 300 എത്രയാ? 755 എത്ര വരും? 755 എത്ര വരും? എത്രയാ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? ഞാൻ എന്തിനാ ആഡ് ചെയ്ത് മനസ്സിലായോ? സെയിം റേറ്റ് ആയോണ്ടാ. റേറ്റ് മാറണ്ടെങ്കിൽ എഴുതണം, റേറ്റ് മാറ്റണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തണം കേട്ടോ. ഓർഡർ മാറ്റമൊന്നുമില്ല. ഇപ്പൊ സപ്പോസ് ഫസ്റ്റ് 50 രൂപയുടെ വാങ്ങി, പിന്നെ 55 വാങ്ങി, മൂന്നാമത് ശ്രദ്ധിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ വാങ്ങുന്നത് 50 റുപ്പീസിന്റെ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ 50യുടെ അടുത്ത് കൊണ്ടുപോയി കയറ്റരുത്. ഇവിടെ കയറ്റിയാൽ തെറ്റിപ്പോവും. കാരണം നിങ്ങൾക്ക് ഏതാണ് ആദ്യം വാങ്ങിയെന്നുള്ള ഡൗട്ട് വരും. ഓക്കെ, സോ അതുകൊണ്ട് നല്ലത് എന്താണ്? സെപ്പറേറ്റ് തന്നെയാണ് നല്ലത്. ഈ കേസിൽ പ്രശ്നമില്ല. ഇപ്പൊ ഇത് 300 × 50 ആണെങ്കിൽ
ഇവിടെ 400 × 55 300 × 50 എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതണം. കാരണം അടുത്ത പ്രാവശ്യം ഫിഫോ എടുക്കുമ്പോ ഈ 400 വേണം എടുക്കാൻ അല്ലെ. പിന്നെ 401 സാധനം എവിടുന്ന് എടുക്കണം? ഈ 400 എടുക്കണം. ഇതിപ്പോ 300 ഇവിടെ ആഡ് ചെയ്ത് പോയാൽ തെറ്റിപ്പോകും. മനസ്സിലായോ? 300 ഇവിടെ ആഡ് ചെയ്ത് പോയാൽ തെറ്റിപ്പോകും. 401 സാധനം നമ്മൾ ഇവിടെ തന്നെ എടുക്കും. ഓക്കെ അല്ലേ അല്ല? മനസ്സിലായോ? സോ സെപ്പറേറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, ഈ കേസിൽ ഇത് സെയിം റുപ്പീസ് ആണ് എന്നുള്ള കൊണ്ട് മാത്രം മാറ്റിയിട്ടില്ല. ഓക്കെ, സോ വേണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിക്കോ. 55 300 55 എത്ര വരുന്നത്? 16 500 ഇതല്ലേ? ക്ലിയർ ആണോ? യെസ്. അടുത്ത ഡിസംബർ എപ്പോഴാ? 19 ഡിസംബർ 19. ഡിസംബർ 19 എത്രയാ? ഡിസംബർ 19 എത്രയാ? 200 അല്ലേ? 200 എത്ര രൂപയുടെ? 60 12,000 അല്ലെ? സോ സെയിം തിങ്, ഇതേ സാധനം റിപ്പീറ്റ് ആവും. ഇതാ ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം റിപ്പീറ്റ് ആവും. എന്താണ്? 400 300 200 അല്ലെ? ആ 200 കൂടി വരും അല്ലേ? 200 × 60 എത്ര വരും? 12,000. ഓക്കെ, സോ ഈ കേസിൽ ഇവിടെ ഇത്ര വരും. അടുത്തതിൽ 4 വരുവേ. ഇവിടെ 1 2 3 4 4 വരും. സെയിം സാധനം കോപ്പി പേസ്റ്റ് ചെയ്യാം. പ്ലസ് ഇത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എന്ത് പറ്റിയിടാ? സെപ്പറേറ്റ് എന്തിനാ എഴുതിയ? ഈ കേസിൽ അതല്ലേ പറഞ്ഞേ. ഈ ക്വസ്റ്റ്യനിൽ പ്രശ്നമില്ലടാ. ഇതിപ്പോ 50 രൂപയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 401 പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എവിടുന്ന് എടുക്കും? ഇവിടുന്ന് എടുക്കും. മനസ്സിലായോ? 401 500 പ്രൊഡക്ട്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ എടുക്കും. അത് മിസ്റ്റേക്ക് വരും. കാരണം 400 മാത്രമേ ഇവിടെ എടുക്കാൻ പാടുള്ളൂ. ബാക്കി 100 എവിടെ നിന്ന് എടുക്കണം? 55 എടുക്കണം. ഇത് മുകളിൽ കയറ്റി കഴിഞ്ഞാൽ പോയി. ഇവിടെ റുപ്പീസ് സെയിം ആയിട്ട് കുഴപ്പമില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ? അടുത്ത ഇഷ്യൂ അല്ലേ? സോ നമ്മുടെ സിറ്റുവേഷൻ ഇപ്പൊ ഇങ്ങനെയല്ല ഉള്ള. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് കോളം ആണോ? ഡിസംബർ 19 കോളം ഇങ്ങനെയാണോ? ഡിസംബർ 19 കോളം ഇതല്ലേ? എല്ലാവർക്കും കിട്ടിയോ? ഡിസംബർ 19 കോളം 260 12,000 ഈ ടോട്ടൽ ഫുള്ള് എല്ലാം. അടുത്ത എപ്പോഴാ? ഡിസംബർ 20. സോ ഡിസംബർ 20 എന്ത് ചെയ്യുന്നു? 500 എണ്ണം 600 എണ്ണം ഇഷ്യൂ ചെയ്യുന്നില്ലേ? 600 എണ്ണം ഇഷ്യൂ ചെയ്യുന്നു. അത് 600 ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നല്ലത് എന്താ അറിയോ? സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. കാരണം 600 എണ്ണമാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആദ്യം ലിഫോ അല്ല, നമ്മൾ ഇത് ഏത് കേസാ? ഫിഫോ ആണ് അല്ലെ? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫിഫോ ആണ്. സോ ഫസ്റ്റ് ഈ 400 എണ്ണത്തിന് എടുക്കണ്ടേ? അപ്പൊ ആദ്യം ഈ 400 എണ്ണത്തിന് വേണം എടുക്കാൻ. ക്ലിയർ ആണോ? ആദ്യം ഈ 400 എണ്ണത്തിന് വേണം എടുക്കാൻ. ഐഷ എന്താണ് ഫിഫോടാ ചോദ്യം? ക്വസ്റ്റ്യൻ ഫിഫോ അല്ലേ? ആ ക്വസ്റ്റ്യൻ മാറ്റിയിട്ടുണ്ട്. ഫിഫോ ആണ്. ഫിഫോ ആവുമ്പോ ആദ്യം എന്തെടുക്കണം? ആദ്യം ഏതൊന്നും എടുക്കണം? 400 എടുക്കണം. ഈ 400 50 20,000. ബാക്കി 200 കൂടി എടുക്കണ്ടേ? 600 ആണ് ടോട്ടൽ വേണ്ടേ? ബാക്കി 200 കൂടി ഇഷ്യൂ ചെയ്യുന്നില്ലേ? യെസ്. അത് എവിടുന്ന് എടുക്കും? 55. എത്ര വരും? 11,000 ആണോ? 11,000. സോ അങ്ങനെയാണെങ്കിൽ ബാലൻസ് വരുന്ന കേസ് ഒന്ന് പറയോ? ഇത് ഫുള്ള് തീർന്നില്ലേ? ഇത് ഫുള്ള് തീർന്നില്ലേ? ഇതിൽ എത്ര ബാക്കിയുണ്ട്? 200. സോ ബാലൻസ് ഈസ് 200 55 11,000 300 55 16,500 200 60 12,000. ഇതാണ് ഇപ്പൊ ബാലൻസ് ഉണ്ടാവും. ഓക്കെ,
ഡേ 19 കഴിഞ്ഞു, ഡേ 20 കഴിഞ്ഞു. ഡേ 20 ഓക്കെ ആണോ? സോ ഡേ 20 കഴിഞ്ഞു. ഇനി അടുത്ത എപ്പോഴാടാ? 28 അല്ലെ? 28 പർച്ചേസ് ചെയ്യുമ്പോൾ 847 എത്ര പൈസ? 37,600. ഓക്കെ, സോ ആ 37,600 കൂടി ഇവിടെ വരും അല്ലെ? 847 37,600. സോ ഈ 3 വരും പ്ലസ് ഇത്. നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ സെപ്പറേറ്റ് വീണ്ടും എഴുതി 200 പ്ലസ് 255 11,000 ഏത് എന്തുണ്ടാവാ? 255 300 55 200 60 800 ഇതായിരിക്കും എപ്പോ വരാ? ഇരുപത്തെട്ടായോ? 28-ാം തീയതി ഇങ്ങനെയാണ് സിറ്റുവേഷൻ. ഓക്കെ, 29 ഡിസംബർ എന്ത് സംഭവിച്ചു? 500 ഇഷ്യൂ ചെയ്തു. 500 ഇഷ്യൂ ചെയ്യുമ്പോ ഏതിന് ആദ്യം എടുക്കും? ഈ 200 എടുക്കും. ആദ്യം 200 എടുക്കും അല്ലെ? ആദ്യം 200 എടുക്കും. എത്ര രൂപ? 55 11,000. പിന്നെ എത്രയും എടുക്കും? ഈ 300 എടുക്കും. 55 16 500. സോ ബാലൻസ് വരുന്നത് 200 60 12,000 800 47 37. ക്ലിയർ ആവും. ഇതാണ് സിറ്റുവേഷൻ. ക്ലിയർ അല്ലേ? സോ ക്വസ്റ്റ്യൻ നമ്പർ 2 ഹോംവർക്ക്. ലിഫോ മെത്തേഡ് ഇതേപോലെ ചെയ്യാം. ലിഫോ മെത്തേഡ് ഓക്കെ, ലിഫോ മെത്തേഡ് ചെയ്യണേ. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 2 ഹോംവർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ല 3 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. 2 അല്ല 3. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ഹോംവർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഹോംവർക്ക്. 2 അല്ല 3. ക്വസ്റ്റ്യൻ നമ്പർ 3. സിമ്പിൾ ആവറേജ് അറിയില്ലേ? വെയിറ്റഡ് ആവറേജ് അറിയാം. ഇത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാം കേട്ടോ. ഇല്ലുസ്ട്രേഷൻ 5 ഉച്ചയ്ക്ക് ശേഷം ചെയ്യാം. വെയിറ്റഡ് ആവറേജ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെഡിങ് കൊടുക്കുക. നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്സ്. ഹെഡിങ് കൊടുക്കുക. നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് ഹെഡിങ് കൊടുക്കുക. ഇല്ലുസ്ട്രേഷൻ 5 ഉച്ചയ്ക്ക് ശേഷം ഡിസ്കസ് ചെയ്യാം. ഫിഫോ ലിഫോ ഓക്കെ അല്ലേ? സിമ്പിൾ ആവറേജും പ്രശ്നം ഉണ്ടാവില്ല. വെയിറ്റഡ് ആവറേജ് ഡിസ്കസ് ചെയ്യാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാലും പഠിക്കണം. പക്ഷെ അത് ഉച്ചയ്ക്ക് ശേഷം നോക്കാം. ഉച്ചയ്ക്ക് ശേഷം ഇൻ കേസ് ടോപ്പിക് തീർന്നില്ല നമുക്ക് എന്ത് ചെയ്യാം? ഹോംവർക്ക് ചെയ്യാം. നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് ഹെഡിങ് കൊടുക്കുക. അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. Adjusted selling price method. Question number 7 എഴുതാം. ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 7 എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് 6 ലോട്ട് പോകാം. ഓക്കെ അല്ലേ? ഇല്ലുസ്ട്രേഷൻ 7 നോട്ട് ചെയ്തു.
ഇല്ലുസ്ട്രേഷൻ 7 ഇത് ഫുൾ ചെയ്തിട്ടോ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇല്ലുസ്ട്രേഷൻ 7 സെയിൽസ് 2 lakh. സെയിൽസ് 2 lakh. ഞാൻ പറയുന്ന പോലെ ഇത് സെയിൽസ് 2 lakh, പർച്ചേസ് 2 lakh, സെയിൽസ് 2 lakh, പർച്ചേസ് 2 lakh, ഓപ്പണിംഗ് സ്റ്റോക്ക് nil, ക്ലോസിംഗ് സ്റ്റോക്ക് at selling price 50,000. ഓക്കെ, സെയിൽസ് എത്രയാ? 2 ലക്ഷം. പർച്ചേസ് എത്രയാ? 2 ലക്ഷം. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാ? നിൽ. ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് സെല്ലിംഗ് പ്രൈസ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ശരിക്കും എങ്ങനെയാ? സെല്ലിംഗ് പ്രൈസിലാണോ കാണിക്കേണ്ടത്? കോസ്റ്റിലല്ലേ? 50,000. ഇവിടെ ചോദ്യം എന്താ? ഫൈൻഡ് കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് ഇൻവെന്ററീസ് യൂസിംഗ് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് കൊടുക്കും. കോസ്റ്റ് ഓഫ്. ഓക്കെ ആണോ? സോ ഇത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇറ്റ്സ് നോട്ട് എ ടഫ്. സി, നമുക്കിപ്പോ ട്രേഡിംഗ് അക്കൗണ്ട് വരക്കാൻ അറിയോ? ട്രേഡിംഗ് അക്കൗണ്ട് വരക്കാൻ അറിയോ? അറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നുമില്ലല്ലോ. പർച്ചേസോ 2 lakh അല്ലേ? 2 lakh. സെയിൽ എത്രയാ? 2 lakh. ഇതല്ലേ പറഞ്ഞേ? ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തിനാ തന്നിട്ടുള്ളത്? സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് സെല്ലിംഗ് പ്രൈസ്. നൗ ശ്രദ്ധിക്കുക, ഇപ്പൊ സെയിൽ ചെയ്ത സാധനത്തിന്റെ സെയിൽ ചെയ്തതിന് എത്രയാ വരുന്നത്? 2 lakh അല്ലെ? നിങ്ങൾ അസ്യൂം ചെയ്യുക ഈ പറഞ്ഞ സ്റ്റോക്ക് എന്താണ്? ഈ പറഞ്ഞ സ്റ്റോക്ക് അതും കൂടി വിറ്റു. മനസ്സിലായോ? എന്താണ്? വി ആർ അസ്യൂമിങ് ദാറ്റ് ഈ ക്ലോസിംഗ് സ്റ്റോക്കും വിറ്റു. മനസ്സിലായോ? വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഓൾസോ സോൾഡ്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് എത്ര വരും? 2,50,000 അല്ലേ? കാര്യം മനസ്സിലായോ? ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റിൽ പറഞ്ഞിട്ടില്ല, കോസ്റ്റാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് സെല്ലിംഗ് പ്രൈസിൽ വന്നിട്ടുണ്ട് 50,000 രൂപ. അപ്പൊ നമ്മൾ ഇത് വിറ്റാൽ എത്രയാണ് വിൽക്കുക? 50,000 വിൽക്കൂ. ഈ സാധനം വിറ്റാ, ക്ലോസിംഗ് സ്റ്റോക്ക് വിറ്റാൽ എത്രയാണ് വിൽക്കും? എന്താടാ സാനിയ പകുതിക്കുന്നത്? മിസ് ഔട്ട് ചെയ്യല്ല, ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഇവിടെ ചോദിക്കണ്ട. ഓക്കെ, സോ ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് സെല്ലിംഗ് പ്രൈസ് ആണ് 50,000. നമ്മൾ വിറ്റ സാധനത്തിന്റെ സെയിൽസ് വാല്യൂ എത്രയാ? 2 lakh. ഈ സാധനം ബാക്കിയുണ്ട് അല്ലെ? എത്രയോ രൂപയുടെ ഗുഡ്സ് ബാക്കിയുണ്ട്, പക്ഷെ അതിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് 50,000. അപ്പൊ നമ്മൾ ഇതും വിറ്റ് കഴിഞ്ഞാൽ ഈ സെയിൽസ് ഫിഗർ എത്ര വരും? 50,000 തന്നെ അല്ലേ? സോ ടോട്ടൽ സെയിൽ എത്ര വരും? 2,50,000. ക്ലിയർ ആണോ? സോ അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് 2 ലക്ഷത്തിന് സാധനം പർച്ചേസ് ചെയ്തു, മൊത്തം വിറ്റു 2.5 ലക്ഷത്തിന്. ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരും? ക്ലിയർ ആണോ? സോ ഗ്രോസ് പ്രോഫിറ്റ് വിൽ ബി 50,000. ക്ലിയർ? സോ ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് പറയോ? ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ഓൺ സെയിൽ 50,000 divided by 2,50,000. That means സെയിൽസ് വാല്യൂവിന്റെ 20% എന്താണ്? പ്രോഫിറ്റ് ആണെന്ന് അർത്ഥം വന്നില്ലേ? മനസ്സിലായോ? സെയിൽസ് ഫിഗറിന്റെ 20% പ്രോഫിറ്റ് ആണ്. സോ 20% ഓൺ സെയിൽസ്. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 50,000 ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര വരും? ഈ 50,000ന്റെ മുകളിൽ 20% അടിച്ചാ പോരെ അല്ലെ? എത്ര കിട്ടും? 10,000 ആണോ? 10,000. ദാറ്റ് മീൻസ് കോസ്റ്റ് എത്ര വരും? ഈസി ആയോ? ഓക്കെ ആണോ? ഐഡിയ മനസ്സിലായോ? എന്താണ് ഇവിടെ തരുന്നത്? ക്ലോസിംഗ് സ്റ്റോക്കും സെല്ലിംഗ് പ്രൈസിൽ തരും. നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാം വിറ്റു എന്നുള്ള അസംപ്ഷൻ എടുക്കുക. ഗ്രോസ് പ്രോഫിറ്റ് കാണാം, ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് കാണാം. ആ ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ഈ സ്റ്റോക്കിന്റെ മുകളിൽ അപ്ലൈ ചെയ്യും. 50,000 ഇൻറ്റു 20%, 10,000 കിട്ടും അല്ലെ? 10,000 ആണ് പ്രോഫിറ്റ്, 50,000 സെല്ലിംഗ് പ്രൈസ്. സോ കോസ്റ്റ് ഈസ് 40,000. ക്ലിയർ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ. മതി. കോളംസ് ഒന്നും വരക്കണമെന്നില്ലടാ. സാവിയോ നേരത്തെ ചോദിച്ചേ?
നേരത്തെ കോളംസ് ഒന്നും വരക്കേണ്ട ആവശ്യമില്ല. സ്കെയില് പെൻസിൽ യൂസ് ചെയ്യണ്ട. എനിക്കത് പറയാൻ നല്ല സന്തോഷം. ഞാനൊരു പിന്നെ കാണിക്കും. കിട്ടിയോ 40,000 എല്ലാവർക്കും? അപ്പൊ ഇവര് സോൾവ് ചെയ്ത രീതി നോക്കാം നമുക്ക്. ഇവരെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാ സോൾവ് ചെയ്ത് നോക്കാം. കണ്ടോ, സെയിൽസ് 2 lakh അല്ലെ? ആക്ച്വൽ സെയിൽ എത്രയാ? 2 lakh. അതിന്റെ കൂടെ ഇവരെന്ത് ചെയ്തു? ആ 50,000 കൂടി ആഡ് ചെയ്തു, 2.5 ലക്ഷം കിട്ടി. മനസ്സിലായോ? സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ എത്ര വരും? 2,50,000. എന്നിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അവൈലബിൾ ഫോർ സെയിൽ ഇസ് 2 lakh. ഓക്കെ, എന്നിട്ട് അത് കുറച്ചാ പോരെ? എത്ര കിട്ടി? 50,000. ഈ 50,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. സോ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി 40,000. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ കൂടി തരട്ടെ, എഴുതിക്കോ. ക്വസ്റ്റ്യൻ: ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000. Opening stock 20,000. Purchase 40,000. Opening stock 20,000. Purchase 40,000. Sale 80,000. Closing stock at selling price. Closing stock at selling price 20,000. Closing stock at selling price 20,000. ചെയ്തൂടെ? ചെയ്യാം. ഇത് ഫുള്ള് വിറ്റ് കഴിഞ്ഞാൽ എത്ര വരും? അതായത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ. മനസ്സിലായോ? സെല്ലിംഗ് പ്രൈസ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ ടോട്ടലി എത്ര അവൈലബിൾ ആണ്? 1 ലക്ഷത്തിന്റെ അവൈലബിൾ അല്ലേ? എല്ലാം വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടുള്ളൂ? 1 ലക്ഷം കിട്ടും അല്ലെ? ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ 60,000. ക്ലിയർ ആണോ? ഓക്കെ, സോ ദാറ്റ് മീൻസ് 40,000 റുപ്പീസ് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആ അല്ലെ? എല്ലാം വിറ്റ് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്രയാ? 20,000 പ്ലസ് 40,000 60,000. സോ ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരും? 40,000. യെസ്, ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റ് എത്രയാ? 40% ഓൺ സെയിൽ അല്ലെ? സോ ദാറ്റ് മീൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു 20,000ന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ല, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ മുകളിലുള്ള പ്രോഫിറ്റ് ആണ് 20,000 ഇൻറ്റു 40%. എത്ര കിട്ടും? ക്ലോസിംഗ് സ്റ്റോക്കിന് പ്രോഫിറ്റ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് 8,000 അല്ലെ? സോ ദാറ്റ് മീൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 20,000 മൈനസ് 8,000 അല്ലെ? പ്രോഫിറ്റ് കുറക്കണ്ടേ? പ്രോഫിറ്റ് ഫിഗർ കുറച്ചെടുക്കാം. 12,000. യെസ്, ഓക്കെ ആണോ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ 1 more ക്വസ്റ്റ്യൻ വായിക്കും. ബ്രേക്ക് വേണോ? ബ്രേക്ക് വേണ്ടല്ലോ. നമുക്കൊരു 1:15 വരെ എടുത്തിട്ട് നിർത്താം. എന്നിട്ട് ഉച്ചശേഷം ഒരു 5 minutes നിങ്ങൾ റെസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ആരും പോകണ്ട, 5 minutes ജസ്റ്റ് റിലാക്സ്. ഇതുവരെയുള്ള ഒന്ന് പ്രോസസ് ചെയ്താൽ മതി. വായിച്ചോ. ആരും ലീവ് ചെയ്യണ്ട. അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ലീവ് ചെയ്ത നഷ്ടം. Illustration 6 is very tough. ടഫ് എന്നല്ല, കുറച്ചൊന്ന് എക്സ്ട്രാ. വേണേ ഒറ്റക്കൊന്ന് ട്രൈ ചെയ്തോ.
ഇല്ലുസ്ട്രേഷൻ 6 വേണമെങ്കിൽ ഒറ്റയ്ക്കൊന്ന് ട്രൈ ചെയ്തു. സ്റ്റാർട്ട് ചെയ്യാം. വായിക്കും ക്വസ്റ്റ്യൻ വായിക്കും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വായിക്കും. ഗുഡ്സ് റിസീവ്ഡ് ഫ്രം സപ്ലയർ 15,70,500 അല്ലെ. അപ്പൊ പർച്ചേസ് കോസ്റ്റ് എത്രയാ? 15,75,500. ഇനി നോക്കാം. നെക്സ്റ്റ് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട് 3% അല്ലെ. ട്രേഡ് ഡിസ്കൗണ്ട് 3%. എന്ത് ചെയ്യണം? ട്രേഡ് ഡിസ്കൗണ്ട് 3% എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണ്ടേ? മൈനസ് ചെയ്യും. ട്രേഡ് ഡിസ്കൗണ്ട് 3% മൈനസ് ചെയ്യും. എത്രയാണ് വരുന്നത്? എത്രയാ? 15. ലാസ്റ്റ് വാല്യൂ മൈനസ് ചെയ്തിട്ടാ എത്ര വരുന്നത്? 15. 3% കുറച്ചിട്ടോ. 15, 28, 235. ഓക്കെ, 28, 235. ഓക്കെ, ഇനി സെയിൽസ് ടാക്സ് ഉണ്ട്. സെയിൽസ് ടാക്സ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. റീഫണ്ടബിൾ ആണല്ലോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആഡ് ചെയ്യും. ആഡ് 11% ആഡ് ചെയ്യും. Yes, add percentage 11%.
സെയിൽസ് ടാക്സ് അല്ലടാ, സെയിൽസ് ടാക്സ് കൂടാണ്, ട്രേഡ് ഡിസ്കൗണ്ട് കുറക്കണം, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആഡ് ചെയ്യണം, അതല്ലേ പറഞ്ഞേ? യെസ്. സോ ഇത് നോൺ റീഫണ്ടബിൾ ആണ് എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യട്ടോ. എത്ര കിട്ടി? 169,634 169 ക്ലിയർ ആണോ? 169,634 ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിവിടെ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ വരക്കാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ 169,634 ആയിരിക്കും വരല്ല അല്ലെ? പർച്ചേസ് കോസ്റ്റ് 169,634 പ്ലസ് എന്തുണ്ട്? പാക്കേജിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. എന്താണ്? പാക്കേജിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ആ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്ന കോസ്റ്റ് എത്ര വരുന്നു? 87,500. സോ അതും കൂടി ആഡ് ചെയ്യും, പ്ലസ് പാക്കേജിങ് 87,500 എത്ര വരും? ഇതല്ലേ 178,3841. അതായത് നമ്മൾ ഇപ്പുറത്തെ സൈഡ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 178,3841. ക്ലിയർ ആണോ? ഇതെന്താണ്? കോസ്റ്റ് ആണ് അല്ലെ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ. നമ്മൾ പറഞ്ഞില്ലേ കോസ്റ്റ് ഓഫ് ഗുഡ്സിൽ എന്തും കൂടി വരും? ഡയറക്റ്റ് എക്സ്പെൻസസ് കൂടി വരുമല്ലോ. സോ അതുകൊണ്ട് ടോട്ടൽ ഈ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ആണ് പർച്ചേസും പാക്കേജ് എക്സ്പെൻസസ് ഒക്കെ കൂടിയിട്ട് എന്ത് വന്നു? 117,83,841 വന്നു. ഇനി സെയിൽസിന്റെ ഫിഗർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 22,45,500 സെല്ലിംഗ് പ്രൈസ് ഓഫ് ഇൻവെന്ററീസ് വന്നിട്ടുണ്ട്. സോ ടോട്ടൽ സെയില്, അതായത് എല്ലാം വിറ്റുപോയിട്ടുണ്ടെങ്കിൽ എത്രയായിരുന്നു സെയിൽ വരണ്ടേ? ഓക്കെ, നിങ്ങൾ ഇതാ സെയിൽസ് ഇഫ് ഓൾ ഐറ്റംസ് ആർ സോൾഡ്. സെയിൽസ് ഇഫ് ഓൾ ഐറ്റംസ് ആർ സോൾഡ് എത്ര വരും? 22,45,500 പ്ലസ് 2,35,000. നേരത്തെ അതേ സ്റ്റെപ്പടാ. എത്ര വരും? 24,80,500. ക്ലിയർ ആണോ? യെസ്. സോ ഗ്രോസ് പ്രോഫിറ്റ് ഏത് കേസിലാ? ഇഫ് ഓൾ ഐറ്റംസ് ആർ സോൾഡ്. എല്ലാം വിറ്റ് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 24,80,500 മൈനസ് 178,3841 60 6,90 659 ആണോ? 6,96 6,96,659. ഓക്കെ. സോ ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റേജ് പറയോ? പെർസെന്റേജ് എത്രയാ? എത്രടാ? 28.09% അല്ലെ? അപ്പൊ സ്റ്റോക്കിലെ സെല്ലിംഗ് പ്രൈസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ? 2,35,000 അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള പ്രോഫിറ്റ് എലമെന്റ് 28.09% ഉണ്ടാവും. സോ ഇതിന് കുറച്ചാ പോരെ ക്ലോസിംഗ് സ്റ്റോക്ക്? സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എത്ര വരും? 2,35,000 മൈനസ് 28.09% ചെയ്താ പോരെ? പക്ഷെ അത്രയും പെർസെന്റേജ് കുറക്കാം. എത്ര വരും? 1,68,009. So 168,988.5. Clear or not? One 168,988. 168,988. Yes, okay. Is it like correct? 15 minutes കൂടി മൂവ് ആകാം. കാരണം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങും. അതിനേക്കാളും നല്ലത് ഇപ്പൊ ഒരു 15 മിനിറ്റ് പോകും.
ചെയ്തു കഴിഞ്ഞോ? അടുത്ത നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെയാണല്ലോ. ഹെഡിങ് കൊടുക്കുക ഇൻവെന്ററി ടേക്കിംഗ്. ഇൻവെന്ററി ടേക്കിംഗ് ഹെഡിങ് കൊടുക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ മതി. ഇത് കഴിഞ്ഞില്ലേ? ഇൻവെന്ററി ടേക്കിംഗ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയാം, സ്റ്റോക്ക് എടുക്കുക അല്ലെ, സംഭവം തന്നെ. അതായത് ഇപ്പൊ നമ്മള് ട്രേഡിംഗ് അക്കൗണ്ടില് ശ്രദ്ധിക്കണേ, ട്രേഡിംഗ് അക്കൗണ്ടിൽ സ്റ്റോക്ക് എഴുതുണ്ടേ, സ്റ്റോക്ക് അല്ലെ, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതണ്ടേ, ബാലൻസ് ഷീറ്റിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. എപ്പോ? ഓൺ ദ ലാസ്റ്റ് ഡേ അല്ലെ, 31st മാർച്ചിന് എത്രയാണ് ബാലൻസ് ഉള്ളത് അതല്ലേ എഴുതണ്ടേ? ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് 31st മാർച്ച് ആയി, ഓക്കെ സ്റ്റോക്ക് എണ്ണ എന്ന് പറഞ്ഞിട്ട് പോയി എണ്ണി നോക്കിയാൽ അന്ന് തീരണമെന്നുണ്ടാവും? അന്ന് തീരണമെന്നുണ്ട്? ഇല്ലല്ലോ. ചിലപ്പോ എന്താ നോക്കാം, നിങ്ങൾ ഏപ്രിൽ 1-നോ 2-നോ ആയിരിക്കും ഇത് സ്റ്റോക്ക് എത്രയുണ്ടെന്ന് നോക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് മുമ്പേ നോക്കും, മാർച്ച് 28-ന് എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്കും. മനസ്സിലായോ? കറക്റ്റ് 31-ന് എത്രയാണ് സ്റ്റോക്ക് എന്നല്ല അറിയണ്ടേ? കാര്യം മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 28 മാർച്ചിന് സ്റ്റോക്ക് ചെക്ക് ചെയ്തു. എത്രയാ? 28 മാർച്ചിന് സ്റ്റോക്ക് ചെക്ക് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടി 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. എന്താണ്? 28 മാർച്ചിന് നിങ്ങൾ ചെക്ക് ചെയ്തപ്പോ സ്റ്റോക്ക് എത്രയുണ്ട്? 1 lakh. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അറിയേണ്ടത് 31 മാർച്ചിന് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നല്ലേ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ 28 മാർച്ചിന് നിങ്ങൾക്ക് അറിയാം എത്രയാ? 1 ലക്ഷം. യെസ്, നിങ്ങളോട് പറയാന്ന് 28 മാർച്ച് മുതൽ 31 മാർച്ച് വരെയുള്ള ആ 3 ദിവസം, 2 ദിവസം ഉണ്ട്, 29, 30, 31, 3 ദിവസം. ആ 3 ദിവസത്തിനിടക്ക് ഞാൻ പർച്ചേസ് ചെയ്തു. എത്രയാ പർച്ചേസ് ചെയ്തു? ബിറ്റ്വീൻ ദാറ്റ് പീരീഡ് ഒരു 15,000 രൂപയുടെ പർച്ചേസ് ചെയ്തു എന്ന് പറയാം. ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് വേറെ സെയിലൊന്നും നടന്നില്ല. പർച്ചേസ് ചെയ്തു, 15,000-ന് പർച്ചേസ് ചെയ്തു. ദെൻ വാട്ട് വിൽ ബി ദ സ്റ്റോക്ക് ഓൺ 31st മാർച്ച്? 1,15,000. ക്ലിയർ ആണോ? അല്ലെ? സോ ആ പീരീഡിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത ആ 15,000 ആഡ് ചെയ്യണ്ടേ? കാര്യം മനസ്സിലായോ? 28-ന് ഇത്രയും സ്റ്റോക്ക് ഉണ്ട്. അടുത്ത 3 ദിവസത്തിനിടക്ക് നിങ്ങൾ 15,000-ന് സാധനം വാങ്ങിച്ചു, സ്റ്റോക്ക് കൂടി 1,15,000 എത്തി. ക്ലിയർ ആണോ? ഫസ്റ്റ് കേസ് ഓക്കെ. നെക്സ്റ്റ് കേസ്, സെക്കൻഡ് കേസ് ശ്രദ്ധിക്കണേ. 28 മാർച്ചിൽ എത്രയുണ്ട് സ്റ്റോക്ക്? 1 ലക്ഷം ഉണ്ട്. 31 മാർച്ചിനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളോട് പറയാണ് ഈ ഗ്യാപ്പിൽ 29 മാർച്ചിന് ഒരു അർജന്റ് ആയിട്ട് ഞാൻ സെയിൽ ചെയ്തു. സെയിൽ ചെയ്തത് ശ്രദ്ധിക്കാം, 20,000 റുപ്പീസിന് ആണ് സെയിൽ ചെയ്തത്. എന്താണ്? 20,000 ആണ് സെയിൽ പ്രൈസ്. ഓക്കെ അല്ലേ? 20,000 ആണ് സെയിൽ പ്രൈസ്. അപ്പോ 31 മാർച്ചിന് എത്ര വരണം? 80,000 ആണോ? സെയിൽ കുറച്ചാൽ മതിയോ? അല്ല. കാരണം ഈ വാല്യൂവിൽ എന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവൂലേ? മനസ്സിലായോ? 29 മാർച്ചിന് ഞങ്ങൾ 20,000-ന്റെ സാധനം വിറ്റു. ഈ 20,000-ന്റെ സാധനം വിറ്റപ്പോ 20,000-ന്റെ സാധനം എന്നല്ല, 20,000-നാണ് വിറ്റ്. സോ സെയിൽസ് വാല്യൂ ഇസ് 20,000. നിങ്ങളോട് എത്ര രൂപയുടെ സാധനം വിറ്റ് എന്ന് പറയുന്നില്ല. ഓക്കെ, നിങ്ങളോട് പറയാണ് പ്രോഫിറ്റ് ഈസ് 20% ഓൺ സെയിൽ. എന്താണ്? സെയിലിന്റെ മുകളിൽ 20% പ്രോഫിറ്റ്. എത്ര വരും പ്രോഫിറ്റ്? 4,000 അല്ലേ? ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് സോൾഡ് എത്രയാ? 16,000. സോ അങ്ങനെയാണെങ്കിൽ മാർച്ച് 31-ന് എത്ര സ്റ്റോക്ക് ഉണ്ടാവും? ഈ 16,000 കുറച്ചാ പോരെ? 20,000 ആണോ കുറക്കണ്ടേ? സോ ആൻസർ ഈസ് 84,000. ക്ലിയർ? കൺസെപ്റ്റ് വൈസ് ഓക്കെ ആണോ സാനിയ? ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇതിപ്പോ പർച്ചേസ് വന്നു, സെയിൽ വന്നു. പർച്ചേസ് വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഈ കേസിൽ ആഡ് ചെയ്തു 28-നാണ്. അതായത് 28 എന്ന് പറയുമ്പോൾ മുമ്പേ ആണ് എന്ത് സ്റ്റോക്ക് എടുക്കുന്നത് അല്ലെ? സ്റ്റോക്ക് എടുക്കുന്നത് എപ്പോഴാ? 31-ന് മുമ്പേ.
അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാപ്പിൽ വന്നത് പർച്ചേസ് ആഡ് ചെയ്യുക. സെയിൽസ് ആണ് കുറക്കുന്നത്? അല്ല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കുറക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെ പർച്ചേസ് റിട്ടേണും വരും, സെയിൽസ് റിട്ടേണും വരും. ഒന്നുകൂടെ, പർച്ചേസ് റിട്ടേണും വരും, സെയിൽസ് റിട്ടേണും വരും. ഓക്കെ, സോ ഇവിടെ നോക്കാം നമ്മൾ എന്താ സംഭവിക്കുന്നത്. ബിഫോർ 31 ആണ് ഇൻവെന്ററി ടേക്ക് ചെയ്യുന്നത് അല്ലെ? ബിഫോർ 31 ആണ് ഇൻവെന്ററി ടേക്ക് ചെയ്യുന്നത്. അപ്പൊ പർച്ചേസ് ഫിഗർ, ആ ഇൻ ബിറ്റ്വീൻ പർച്ചേസ് ഫിഗറിനെ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു അല്ലെ? ഇൻ ബിറ്റ്വീൻ വന്ന 28 മുതൽ ബിഫോർ 31, 28 നമ്മൾ ചെയ്യുന്നതെങ്കിൽ പർച്ചേസ് ബിറ്റ്വീൻ 28 and 31 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ? നെക്സ്റ്റ്, സെയിൽ ആണോ കുറക്കണ്ടേ? സെയിൽ ആണോ കുറക്കണ്ടേ? അല്ല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ത് ചെയ്യും? കുറക്കും. ക്ലിയർ ആണോ? മനസ്സിലായോ? യെസ്. ഇനി ഇതേ സംഭവം നെക്സ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളോട് പറയാണ് 29 മാർച്ച് 29 മാർച്ചിന് 29 മാർച്ചിന് പർച്ചേസ് റിട്ടേൺ ഓഫ് 10,000. ഓക്കെ അല്ലേ? 28 നോക്കുമ്പോൾ 1,00,000 രൂപയുണ്ട്. പർച്ചേസ് റിട്ടേൺ വന്നു 10,000. പർച്ചേസ് റിട്ടേൺ വന്നു 10,000 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ സാധനം കയ്യിൽ നിന്നുള്ളത് പോയില്ലേ? 1,00,000 സാധനം ഉണ്ടായിരുന്നു, ഇവിടുന്ന് 10,000 പോയില്ലേ? യെസ്. അപ്പൊ 31 മാർച്ചിന് എത്ര സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ? 90,000 അല്ലേ? സോ ദാറ്റ് മീൻസ് പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ക്ലിയർ ആണോ? പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ പർച്ചേസ് ആഡ് ചെയ്യുക, പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്യുക. അങ്ങനല്ല പറഞ്ഞേ? പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്യുക. സോ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതിന് പകരം ഞാൻ ഒറ്റയടിക്ക് പറയാണ്, നെറ്റ് പർച്ചേസസ് അല്ലെ? നെറ്റ് പർച്ചേസസ് ആഡ് ചെയ്താൽ പോരെ? മനസ്സിലായോ? പർച്ചേസ് ഇവിടെ നിങ്ങളോട് പറയാണ് പർച്ചേസ് ഈക്വൽ ടു 20,000, പർച്ചേസ് റിട്ടേൺ ഇസ് ഈക്വൽ ടു 10,000. ദാറ്റ് മീൻസ് എക്സ്ട്രാ വരുന്നത് 10,000 ആണ്. എന്താണ്? നെറ്റ് പർച്ചേസസ് എത്രയാ? 10,000. ഡിഫറൻസ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. സോ അത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ? അപ്പൊ ഈ പരിപാടി കഴിഞ്ഞു. സോ പർച്ചേസ് തന്നാലും പർച്ചേസ് റിട്ടേൺ തന്നാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താ? നെറ്റ് പർച്ചേസ് കാണാം, എന്നിട്ട് ആഡ് ചെയ്യും. ഫിനിഷ്ഡ്. ഓക്കെ. നെക്സ്റ്റ്, ഇവിടെ സെയിൽസ് വന്നപ്പോ എന്ത് ചെയ്തു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചു അല്ലെ? ഇനി നേരെ തിരിച്ച് സെയിൽസ് റിട്ടേണിന്റെ കേസ് എടുക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. നിങ്ങളോട് പറയാണ് 10,000 രൂപയുടെ സെയിൽസ് റിട്ടേൺ സംഭവിച്ചു. 10,000 രൂപയുടെ സെയിൽസ് റിട്ടേൺ with 20% profit on sale. Profit on sale. ഓക്കെ, ശ്രദ്ധിക്കാം. എത്ര രൂപയുടെ സാധനമാണ്? 10,000 രൂപയുടെ ആണോ? അല്ല. കോസ്റ്റ് എത്ര വരും? 20% പ്രോഫിറ്റ്. അപ്പൊ കോസ്റ്റ് ഓഫ് സെയിൽസ് റിട്ടേൺ എത്രയാ? 8,000. ക്ലിയർ? അപ്പൊ സെയിൽസിന്റെ കേസ് വരുമ്പോൾ എന്തായാലും പ്രോഫിറ്റ് എലമെന്റ് ഒഴിവാക്കണം. അത് സെയിൽസ് ആയിക്കോട്ടെ, സെയിൽസ് റിട്ടേൺ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്താക്കണം? പ്രോഫിറ്റ് എലമെന്റ് ഒഴിവാക്കണം. ശരി, ഇനി നമുക്ക് ശ്രദ്ധിക്കാം. സെയിൽസ് റിട്ടേൺ വരുമ്പോൾ 8,000 ആയി അല്ലെ? 8,000 ആയി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സാധനം ഇങ്ങോട്ട് വരുന്നതാണോ അങ്ങോട്ട് പോകുന്നതാണോ? ഇങ്ങോട്ട് വരുന്നത് അല്ലെ? അപ്പൊ 28-ന് 1,00,000 ഉണ്ടായിരുന്നു, 29-ന് 8,000 രൂപയുടെ സാധനം ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്താവും? ആഡ് ചെയ്യണം. 1,08,000 ആഡ് ചെയ്യണ്ടേ? അപ്പൊ സെയിൽ നടക്കുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറക്കും. സെയിൽസ് റിട്ടേൺ നടക്കുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് എന്താണ്? സെയിൽസ് റിട്ടേൺ, കോസ്റ്റ് ഓഫ് സെയിൽസ് റിട്ടേൺ ആഡ് ചെയ്യും. ക്ലിയർ ആണോ? സോ നെറ്റ് ഇഫക്റ്റ് ആയിട്ട് ചെയ്താൽ പോരെ? ഇതും എന്താണ്? നെറ്റ് സെയിൽ എടുക്കാം. നെറ്റ് സെയിൽ ചെയ്തിട്ട് കുറച്ചാ പോരെ? നെറ്റ് സെയിൽ എടുത്തിട്ട് കുറച്ചാൽ മതിയോ? കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ എടുത്തിട്ട് കുറച്ചാൽ പോരെ? എടാ, ഇവിടെ സെയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറക്കും. സെയിൽസ് റിട്ടേൺ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് സെയിൽസ് റിട്ടേൺ ആഡ് ചെയ്യും. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? നെറ്റ് സെയിൽ കണ്ടുപിടിക്കുക. അതായത് നെറ്റ് സെയിൽ മീൻസ് വാട്ട്? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. നെറ്റ് സെയിൽ കണ്ടുപിടിക്കുക. ആ നെറ്റ് സെയിലിന്റെ കോസ്റ്റ് കാണാം. നെറ്റ് സെയിലിന്റെ കോസ്റ്റ്. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് വരും? കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ. കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ. ക്ലിയർ ആണോ? നെറ്റ് സെയിൽ അത് എന്ത് ചെയ്തെടുക്കുക? കുറച്ചെടുക്കുക. ഇഫക്ട് മനസ്സിലായോ? സോ ദാറ്റ് മീൻസ് ഇപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബിഫോർ ആണ് സ്റ്റോക്ക് ടേക്കിംഗ് എങ്കിൽ നെറ്റ് പർച്ചേസസ് ആഡ് ചെയ്യുക,
കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ ഫിക്സ്ഡ്. ഓക്കെ അല്ലേ? ഒന്ന് ജസ്റ്റ് അത് എഴുതിക്കോ. ഇഫ് സ്റ്റോക്ക് ഈസ് ടേക്കൺ എഴുതിക്കോ. ഇഫ് സ്റ്റോക്ക് ഈസ് ടേക്കൺ ഓൺ, ഇഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി, ഇഫ് ഇൻവെന്ററി സ്റ്റോക്ക് ഓർ ഇൻവെന്ററി ഈസ് ടേക്കൺ ഓൺ 28 March, 28 March ബ്രാക്കറ്റിൽ ചെയ്താ ബിഫോർ എൻഡ് ഡേറ്റ് അല്ലെ, ബിഫോർ അതാ ഇയർ എൻഡ് ഡേറ്റ് അല്ലെ, ബിഫോർ ഇയർ എൻഡ് ഡേറ്റ് ആണ് ചെയ്യുന്നത്. 28 മാർച്ചോ 29ഓ വാട്ട് എവർ ബിഫോർ ആണെങ്കിൽ എന്ത് ചെയ്യാ, ഫസ്റ്റ് നിങ്ങൾ എടുക്കുക ഇൻവെന്ററി അസർട്ടൈൻ, ഫസ്റ്റ് ഇൻവെന്ററി അസർട്ടൈൻ ഓൺ 28 മാർച്ച്. ആദ്യം ഇവിടെ ഫിഗർ വരും അല്ലെ, 1 lakh ആണെങ്കിൽ 1 lakh വരും. എന്നിട്ട് എന്ത് ചെയ്യും, ആഡ് നെറ്റ് പർച്ചേസസ്, ആഡ് നെറ്റ് പർച്ചേസസ്. ക്ലിയർ ആണോ? ആഡ് നെറ്റ് പർച്ചേസസ് ലെസ് കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽസ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇൻവെന്ററി ആസ് ഓൺ 31 മാർച്ച്. ഓക്കെ ആണോ? ആൻഡ് ഇമ്പോർട്ടന്റ്ലി ഇത് എപ്പോ നടക്കുന്ന പർച്ചേസും സെയിലാ? ആ ഗ്യാപ്പിൽ അല്ലെ, 29 മുതൽ 31 മാർച്ച് വരെ നടക്കുന്ന അല്ലെ, 29 മുതൽ 39 മാർച്ച് വരെ നടക്കുന്ന ആ ഇൻ ബിറ്റ്വീൻ പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡിൽ നടക്കുന്ന പർച്ചേസും സെയിലാണ്. ക്ലിയർ ആണോ ആയിഷ? സോ ഇൻവെന്ററി അസർട്ടൈൻ പ്ലസ് നെറ്റ് പർച്ചേസസ് ലെസ് കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ എന്ത് കിട്ടും? ഇൻവെന്ററി ആസ് ഓൺ 31 മാർച്ച് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇതേ സംഭവം ഒന്നും കൂടി എഴുതാം. ഇൻവെന്ററി അസർട്ടൈൻ ഓൺ 3rd April, 3rd April എഴുതാം. Inventory ascertained on 3rd April. Inventory ascertained on 3rd April. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? Purchases during that gap എന്താക്കണം? നേരെ ഓപ്പോസിറ്റ് അല്ലേ, മൈനസ് നെറ്റ് പർച്ചേസസ് add cost of net sale. So inventory on 31st March. Clear ആണോ അല്ലെ? അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏത് ബിഫോർ ആണോ ആഫ്റ്റർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കറക്റ്റ് ഓപ്പോസിറ്റ് ആവും അല്ലെ. ഇൻവെന്ററി ടേക്കിംഗ് എന്ന് പറയുന്നത് എപ്പോ നടക്കുന്നതാണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? നോക്കട്ടെ ക്വസ്റ്റ്യൻ. ഇതൊന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 9, 8 നമുക്ക് ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 9 ചെയ്യാം. 8th വൺ ഇസ് എന്താ പറയാ, വൺ ഓഫ് ദ ടഫസ്റ്റ്. ഈ ചാപ്റ്ററിലെ ടഫസ്റ്റ് ആൻഡ് ഈസ് എന്താ പറയാ, നമുക്ക് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ചിലപ്പോൾ ടഫായിട്ട് തോന്നും, പക്ഷെ അത് അബ്നോർമൽ നോർമൽ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കേസാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇന്റർവെൽ കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഉള്ള ആൾക്കാർ ഉച്ചയ്ക്ക് ശേഷം അത് വരാം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് നോർമൽ എന്താ അബ്നോർമൽ എന്താണെന്ന് മനസ്സിലാവൂലേ. സോ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുന്നപ്പോഴും പറയാം. ഫസ്റ്റ് ഇത് ചെയ്യും. വായിക്കും, ക്വസ്റ്റ്യൻ വായിക്കും. A trader prepared his accounts on 31st March each year. Due to some unavoidable reasons, no inventory taken possible till 15th April. എപ്പോഴാ? എൻഡിലല്ലേ, കഴിഞ്ഞിട്ട്. സോ 15th ഏപ്രിലിനാണ് എന്ത് ചെയ്യുന്നത്? 15th ഏപ്രിലിനാണ് നമ്മൾ ഇൻവെന്ററി അസർട്ടൈൻ ചെയ്യുന്നത്. എത്രയാണ് വരുന്നത്?
15th ഏപ്രിലിന് എത്ര വരുന്നുണ്ട്? 5 ലക്ഷം. ക്ലിയർ ആണോ? 15th ഏപ്രിലിന് എന്ത് വരുന്നുണ്ട്? 5 ലക്ഷം. യെസ്. അപ്പോ ശ്രദ്ധിക്കാം, ബിഫോർ ആണെങ്കിൽ പർച്ചേസസ് ആഡ് ചെയ്യാൻ പറഞ്ഞു, ആഫ്റ്റർ ആണെങ്കിൽ പർച്ചേസ് എന്ത് ചെയ്യണം? നെറ്റ് പർച്ചേസ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണ്ടേ അല്ലേ? നെറ്റ് കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണ്ടേ? ഇത് രണ്ട് ഫിഗർ കിട്ടിയാൽ കഴിഞ്ഞില്ലേ? ഫസ്റ്റ് നെറ്റ് പർച്ചേസസ്. പർച്ചേസസ് പറ. നെറ്റ് പർച്ചേസസ് എന്താ പറയോ? നെറ്റ് പർച്ചേസസ് 50,340. ക്യാഷ് പർച്ചേസസ് ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്. ക്യാഷ് പർച്ചേസ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ ഇവിടെ മാറ്റർ അല്ല അല്ലെ? സാധനം വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞാൽ പോരെ. സോ 50,340 സാധനം വന്നിട്ടുണ്ട്, റിട്ടേൺ ഉണ്ടോ? ഇല്ല. അപ്പൊ 50,340 എന്ത് ചെയ്യാ? കുറക്കണോ കൂട്ടണോ? കുറക്കണ്ടേ? കുറക്കണ്ടേ? നെറ്റ് പർച്ചേസസ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. എൻഡിലാണ്. എന്തിനാ കുറക്കുന്നേ? കാരണം 31-ന് ഒരു ഫിഗർ ഉണ്ടായിരുന്നു എക്സ്. നമ്മൾ ഈ സമയത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 lakh രൂപ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 31st-നുള്ളത് 5 ലക്ഷമാണ് വിചാരിച്ചോ. നമ്മൾ ആ പീരീഡിൽ 15 ദിവസത്തിൽ ഒരു 20,000-ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 15-ാം തീയതി നോക്കുമ്പോൾ എത്ര വരും? 5,20,000 വരും. ഓക്കെ. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 20,000 കുറച്ചാൽ മാത്രമേ 31-ന്റെ കിട്ടുള്ളൂ അല്ലെ? അടുത്ത നെറ്റ് സെയിൽസ് എത്രയാ? നെറ്റ് സെയിൽ. നെറ്റ് സെയിൽ ഈക്വൽ ടു 4 lakh ആണോ? യെസ്. അപ്പൊ നെറ്റ് സെയിലിന്റെ എത്ര പെർസെന്റേജാ? 20% അല്ലെ? സോ കോസ്റ്റ് ഓഫ് നെറ്റ് സെയിൽ എത്ര കിട്ടും? 3,20,000. അത് ആഡ് ചെയ്ത പോരെ? വേറെ ഒന്നുമില്ലല്ലോ. സോ ആൻസർ ഈസ് 7,69,660. 7,69,660. ഈസി അല്ലേ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇതിലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 8-ാമത്തതും 10-ാമത്തതും. 10-ാമത്തത് കുറച്ചും കൂടി ഹയർ വേർഷൻസ് ഉള്ളതാണ്. അതായത് ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തേ ഉള്ളൂ? പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ കുറച്ച് പോയിന്റ് എക്സ്ട്രാ വരുന്ന കേസാണ്. ഓക്കെ. കുറച്ച് 1-2 പോയിന്റ്സ് എന്ത് വരുന്നുണ്ട്? എക്സ്ട്രാ വരുന്നുണ്ട്. ആ കേസസ് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ. അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഡിസ്കസ് ചെയ്യാം. സോ ടൈം ഇസ് 13:20. അപ്പോ 2:30 സ്റ്റാർട്ട് ചെയ്യാം. 2:30 എല്ലാവരും വാട്ടോ. ഞാൻ ജോയിൻ ഒന്നും പറയില്ല, നിങ്ങൾ കയറിയാൽ മതി. 2:30 ആകുമ്പോഴേക്കും ഇവിടെ ഉണ്ടാവും.